ധ്യാനം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. അരുണാം കരുണാതരംഗിതാഖ്യേ ധൃതഭാഷാങ്കുശപുഷ്പബാണചാപാം അണിമാതിവിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. കർക്കിടക മാസത്തെ വിശേഷമായ ആടിച്ചോ മഹോത്സവത്തോടനുബന്ധിച്ച് കല്ലറമഠം ദേവീക്ഷേത്രത്തിൽ നടന്നു വരുന്ന ലളിതാ സഹസ്രനാമ നവഹരിയജ്ഞത്തിന്റെ 7ാമത്തെ ദിവസമായ ഇന്ന് ഐകൈവഗസ്ത്യ സംവാദമായി പറഞ്ഞിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിന്റെ പദങ്ങൾ നോക്കി വരുന്ന രീതിയിൽ 620 വരെ നമ്മൾ കണ്ടു. അനേക കോടി ബ്രഹ്മാണ്ഡ ജനന്യേ നമഃ. ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നതെല്ലാം. ഇതുപോലെ കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡമുണ്ട്. സോ മെനി സോളാർ സിസ്റ്റംസ് ആർ ദേർ എന്ന സയൻസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെയും ജനിപ്പിച്ചവൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതീതമായിരിക്കുന്നവൾ ഈശ്വരി എന്നവരെ പറഞ്ഞു നിർത്തി. ദിവ്യ വിഗ്രഹായി നമഃ. ദിവ്യ രൂപമുള്ള ദേവിക്ക് നമസ്കാരം. ദിവ്യ രൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം കാണാൻ പറ്റാത്തതെന്നർത്ഥം. ക്ലീംകാരിയേ നമഃ. ക്ലീം എന്ന മന്ത്രത്തിന്റെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. ക്ലീം എന്ന മന്ത്രത്തെ സൃഷ്ടിച്ചവൾ ദേവി കാമേശ്വരന്റെ മന്ത്രമാണ് ക്ലീം എന്ന. കാമേശ്വരന്റെ പത്നി എന്നും അർത്ഥമുണ്ട്. അദ്വൈത സത്യമാണ് കേവല തത്വം. ക്ലീം ബീജത്തിലെ കാ ലാ എന്നിവ നീക്കിയാൽ അവശേഷിക്കുന്നത് ഈം എന്നത് കാമകലയെ കേവലം എന്ന് പറയുന്നു. കേവലം എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കുന്ന അവസ്ഥ, ആ ശക്തി എന്നർത്ഥം. ഗുഹ്യായി നമഃ. അതീവ രഹസ്യമായ ദേവിക്ക് നമസ്കാരം. എന്തുകൊണ്ട് രഹസ്യം എന്ന് പറഞ്ഞാൽ ആരാണോ ധ്യാനിക്കുന്നത് അവന്റെ ഉള്ളിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈശ്വര സ്വരൂപം. കൈവല്യ പദദായിനി നമഃ. കൈവല്യ പദം, കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം, മുക്തിയെ കൊടുക്കുന്നവൾ ദേവി. മോക്ഷം സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന് പറയുന്നു. ആദ്യം സാരൂപ്യം, ഈശ്വരിയായി നമ്മൾ മാറും. അങ്ങനെ മാറുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തിനോട് അടുക്കുന്നത് സാമീപ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഈശ്വര സത്വത്തോട് കൂടി നമ്മൾ ജീവിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് വരുന്നത് സാലോക്യം. ഇത് മൂന്ന് വന്നു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി, മുക്തി, സായുജ്യം. ത്രിപുരായി നമഃ. ത്രിമൂർത്തികൾക്ക് മുമ്പുള്ളവൾ ദേവി. കാരണം എന്താ? ബ്രഹ്മമാണ് ആദ്യം. ആ ബ്രഹ്മമാണ് ത്രിമൂർത്തികളെ സൃഷ്ടിക്കുന്നതെന്ന് അർത്ഥം. ജഗദ്വന്ദ്യായ നമഃ. 3 ലോകങ്ങൾക്കും ആരാധ്യയായ ദേവിക്ക് നമസ്കാരം. 3 ലോകം എന്ന് പറയുന്നത് സാധാരണ നമുക്ക് 3 ലോകം വരെ, ഭൂലോകം, ഭൂലോകം, സ്വലോകം വരെ, 3 ആധാരം വരെ കുണ്ടല ശക്തിയെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ ലൗകികത്തിൽ ഇരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് ഈ 3 ലോകം എന്ന് പറയാൻ കാര്യം. എല്ലാ ലോകത്തിനും അധിപതി ദേവി തന്നെയാണ്. ദശേശ്വര്യേ നമഃ. ദേവകൾക്കെല്ലാം ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. എല്ലാ ശക്തിക്കും അതീതമായിരിക്കുന്നത് ബ്രഹ്മസ്വരൂപം എന്നർത്ഥം. ത്രക്ഷര്യേ നമഃ. 3 അക്ഷരമുള്ള ദേവിക്ക് നമസ്കാരം. പഞ്ചദശി മന്ത്രം, നേരത്തെ ശ്രീവിദ്യാ മന്ത്രം 15 അക്ഷരത്തോട് കൂടിയത്. അതിലെ 3 വിഭാഗങ്ങളുടെ ബീജങ്ങളായി 3 അക്ഷരങ്ങൾ. വാഗ്ലവകുലത്തിന് ഒരു ദേവത, ജ്ഞാനശക്തിയായ വാഗീശ്വരി, മോക്ഷദായി. കാമരാജകുലം, ശക്തികുലത്തിന് ക്രിയാശക്തി, മധ്യകുലത്തിന് ക്രിയാശക്തി, ശക്തികുലത്തിന് ഇച്ഛാശക്തി. അതാണ് ആ ദേവിയുടെ സ്വരൂപം. ദിവ്യഗന്ധാധ്യായി നമഃ. ദിവ്യ സുഗന്ധത്താൽ അലങ്കൃതയായ ദേവിക്ക് നമസ്കാരം. അരിചന്ദനാദി പരിമളങ്ങൾ പൂശിയതിനാലും സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതിനാലും നല്ല ദിവ്യഗന്ധത്തോട് കൂടിയവൾ. ദിവ്യഗന്ധം, നല്ല പുഷ്പം, ഇതെല്ലാം നമ്മുടെ സന്തോഷത്തെ കുറിക്കും താല്പര്യം. സിന്ദൂര തിലകാഞ്ചിതായേ നമഃ. സിന്ദൂരപ്പെട്ടണിഞ്ഞ ദേവിക്ക് നമസ്കാരം. നമ്മൾ നേരത്തെ മുഖചന്ദ്ര കളങ്കാവ മൃഗനാഭ വിശേഷകായേ നമഃ എന്ന അർത്ഥത്തില് ആ സിന്ദൂരത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ദൂരമെല്ലാം മംഗളചിഹ്നം. ഉമായേ നമഃ. ശിവനെ ഭർത്താവായി കിട്ടുന്നതിന് താൻ തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പാർവതി പറഞ്ഞപ്പോൾ അരുത് എന്ന് ഹിമവാന്റെ പത്നി പറയുകയും അത് കേൾക്കാതെ പാർവതി
തപസ് തുടരുകയും ചെയ്തു. അതുകൊണ്ട് ഉമ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തവൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞതായിട്ട് പറയും. ആ പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. ശൈലേന്ദ്ര തനയായി നമഃ. പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി ദാക്ഷായണിക്ക് ശേഷം പാർവതിയായി അവതരിച്ചാണ് നമുക്കറിയാം. ശൈലേന്ദ്രന് ഗൗരിയൈ നമഃ. ഗൗരവർണ്ണമുള്ളവൾ. ഗൗരവർണ്ണം പറഞ്ഞാൽ ശംഖ്, മുല്ലപ്പൂവ്, ചന്ദ്രൻ, ഇതെല്ലാം മഞ്ഞൾ കലർന്ന വെളുത്ത നിറമാണ്. ചന്ദ്രൻ വെളുപ്പല്ല ആക്ച്വലി, അല്ലെ? മഞ്ഞൾ കലർന്ന, മഞ്ഞളുമല്ല, മഞ്ഞൾ കലർന്ന വെളുപ്പ് നിറം, അതാണ് ഗൗരവർണ്ണം. ഗന്ധർവ സേവിതായി നമഃ. ഗന്ധർവന്മാരാൽ സേവിക്കപ്പെട്ടവൾ ദേവി. ഗന്ധർവന്മാർ എന്ന് പറഞ്ഞത് സംഗീതത്തിന്റെ അധിപതികൾ എന്നർത്ഥം. വിശ്വഗർഭായി നമഃ. ഈ പ്രപഞ്ചത്തെ തന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നവളായതുകൊണ്ട് വിശ്വഗർഭ, എല്ലാം തന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നതാണ് ദേവി. സ്വർണ്ണഗർഭായി നമഃ. ഹിരണ്യഗർഭയായ ദേവിക്ക് നമസ്കാരം. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ. അടുത്ത സൃഷ്ടി മഹാപ്രളയ കാലത്ത് എല്ലാ ജീവജാലങ്ങളും സമുദ്രത്തിനടിയിൽ പോവുകയും ആ ജീവജാലങ്ങളെ മുഴുവൻ തന്റെ ഉദരത്തിൽ വെച്ച് രക്ഷിക്കുകയും ചെയ്യുന്നവർ ദേവി. അതാണ് സൃഷ്ടിയിൽ ബ്രഹ്മത്തിൽ ആദ്യം വ്യക്തമാവുന്നത് വിശ്വപ്രാണൻ. ഹിരണ്യഗർഭൻ വിശിഷ്ട മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നവൾ എന്നർത്ഥം. ആ വിശ്വപ്രാണനാണ് ഹിരണ്യഗർഭൻ. അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ ആ ശക്തിയായി വർത്തിക്കുന്നു, ബ്രഹ്മാവായി വർത്തിക്കുന്നവൾ എന്നർത്ഥം. അമരതായി നമഃ. പാപാത്മക്കളെ നശിപ്പിക്കുന്നവൾ. അവിടെ വിശ്വഗർഭ, സ്വർണ്ണഗർഭ, വരദ. വിഷ്ണുഗർഭ, സ്വർണ്ണഗർഭ, വരദ അല്ല, അവരദ. പാപാത്മകളെ നശിപ്പിക്കുന്നവൾ. പാപാത്മകളെ നശിപ്പിക്കുന്ന പറഞ്ഞാൽ പാപത്തെ ഇല്ലാതാക്കി പുണ്യമാത്രമുള്ളവരായി നമ്മളെ രക്ഷിക്കുന്നവൾ എന്നർത്ഥം. വാഗദീശായ നമഃ. വാഗദീശ്വരി നമഃ. വാക്കിന്റെ അതിദേവതയായ ദേവിക്ക് നമസ്കാരം. വാക്കിന്റെ അതിദേവത എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവി എന്നർത്ഥം. ധ്യാനഗമ്യായ നമഃ. ധ്യാനത്താൽ പ്രാപിക്കേണ്ടവളായ ദേവിക്ക് നമസ്കാരം. ധ്യാനം കൊണ്ട് മാത്രമേ ഈശ്വര സ്വരൂപത്തെ നമുക്ക് മുഴുവൻ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, അതല്ല, അതിന്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ധ്യാനം എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണ വിശ്വാസത്തോടെ നിറഞ്ഞ മനസ്സോടെ ഫുൾ കോൺസെൻട്രേഷൻ അത് കിട്ടണം. അപരിച്ഛേദ്യായ നമഃ. അപ്പോ ധ്യാനഗമ്യ അപരിച്ഛേദ്യ. ദാനഗമ്യ പരിച്ഛേദ്യ അല്ല, ദാനഗമ്യ പരിച്ഛേദ്യ അപരിച്ഛേദ്യായ നമഃ. ദേശകാലാദികളാൽ പരിച്ഛേദിക്കാൻ പറ്റാത്തവൾ ദേവി. ദേവി അനന്തവും അനാദിയുമായതുകൊണ്ട് ദേശമോ കാലമോ ഒന്നും ദേവിക്ക് ഒരു പരിധിയല്ല. ഇന്ന ദേശത്തെ ഉള്ളൂ, ഇന്ന സ്ഥലത്തെ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഇല്ല. ഞായറാഴ്ചയില്ല, ബന്ധാണെങ്കിലില്ല, ഒന്നുമില്ല. എവിടെ ബന്ധം നടന്നാലും ക്ഷേത്രം തുറന്നേ പറ്റൂ. ക്ഷേത്രം തുറക്കാതിരിക്കില്ല. ക്ഷേത്രം തുറക്കാത്ത അവസ്ഥ ഒരേ ഒരു സമയത്തെ വരുള്ളൂ. ആ ക്ഷേത്ര പരിസരത്ത് എന്തെങ്കിലും ഒരു മരണം നടന്നാൽ ആ മരണം നടന്ന ഡെഡ് ബോഡി നീക്കം ചെയ്യുന്നത് വരെ അമ്പലം തുറക്കില്ല. അപ്പോഴേ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം നോക്കണം, രാവിലെ മുതലുള്ള പൂജ അത്രയും ചെയ്യണം. അതുകൊണ്ട് പരിസരവാസികൾ വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുകിൽ 10-10:30 ക്ഷേത്രം നമ്മളെ അടയ്ക്കും. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന ക്ഷേത്രത്തെ ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാം. ആ ഒരു സന്ദർഭത്തിലല്ലാതെ ഒരു സമയത്തും ക്ഷേത്രത്തിന് ദേശങ്ങളും കാലങ്ങൾക്കെല്ലാം അതീതമാണ് ഈശ്വര സ്വരൂപം നടത്താം. ജ്ഞാനദായേ നമഃ. ജ്ഞാനം നൽകുന്നവൾ ദേവി. മോക്ഷലബ്ധിക്കുള്ള ജ്ഞാനമാർഗം കാണിക്കുന്നവൾ നടത്താം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന, ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്നുള്ളത്. കാരണം എന്താ? ജ്ഞാന വിഗ്രഹായി നമഃ. ജ്ഞാനം ഉടലെടുത്ത ദേവിക്ക് നമസ്കാരം. ജ്ഞാനസ്വരൂപിണിയാണ്. അപ്പൊ ആ വിഗ്രഹത്തെ തൊഴുമ്പോഴെല്ലാം ഏത് ക്ഷേത്രത്തിൽ പോയി ഏത് വിഗ്രഹത്തെ തൊഴുതാലും ആ രൂപം നമ്മൾ ധ്യാനിക്കുന്നു, കണ്ട് ആനന്ദിക്കെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഒന്നാണ്, ബ്രഹ്മമാണെന്ന ഉണർവോടുകൂടി അതിനെ നമ്മൾ വീക്ഷിക്കണം. സർവവേദാണ് സംവേദ്യായ നമഃ. വേദങ്ങളാൽ അറിയപ്പെടേണ്ടവൾ ദേവി. വേദം എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്ന് പറഞ്ഞു തരുന്നത് വേദം. സത്യാനന്ദ സ്വരൂപിണീ നമഃ. സത്യവും ആനന്ദവും സ്വരൂപമായ ദേവി. സത്യചിത്ത ആനന്ദം, അതാണ് ബ്രഹ്മസ്വരൂപം.
സത്തായത് മനസ്സിൽ ധ്യാനിക്കുന്നത്, ആനന്ദത്തെ കൊടുക്കുന്നത്. ഇത് മൂന്നും ആയ വസ്തു ഈശ്വരി മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ലളിതാ സഹസ്രമായതുകൊണ്ട് ദേവി എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ലോപാമുദ്ര ചിതായ നമഃ. ലോപാമുദ്രയാൽ അർച്ചിക്കപ്പെട്ടവൾ. ലോപാമുദ്ര എന്ന് പറഞ്ഞാൽ അഗസ്ത്യന്റെ പത്നിയുടെ പേരാണ് ലോപാമുദ്ര. അഗസ്ത്യ പത്നിയാൽ അർച്ചിക്കപ്പെട്ടവൾ എന്നർത്ഥം. ലീലാകൃത ബ്രഹ്മാണ്ഡ മണ്ഡലായ നമഃ. ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളെ ലീലയായി സൃഷ്ടിക്കുന്നവൾ ദേവി. എന്താണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാനുള്ള സൃഷ്ടിച്ച് സംഹാരം എന്നുള്ള പ്രക്രിയ ഒരു തമാശയായിട്ട് ചെയ്യുന്നവൻ. അത്ര കണ്ട് അനായാസമായി ചെയ്യുന്നതാണ് ഈശ്വര സ്വരൂപം. ലീല കുട്ടികൾ കളിക്കുന്നത് പോലെ നമ്മളെല്ലാം ഇതെല്ലാം വിഹാര രംഗമാണ്. ശിവാനന്ദ പറയുന്നുണ്ട്, പരമേശ്വര ഈ ലോകം നിന്റെ ക്രീഡാ ലോകമാണ്, നമ്മളെല്ലാം ക്രീഡാ മൃഗങ്ങൾ. അതാണ് ലീലാവിഗ്രഹ രൂപിണ്യേ നമഃ. ലീലാകൃത ബ്രഹ്മാണ്ഡ മണ്ഡലായ നമഃ. അദൃശ്യായ നമഃ. അദൃശ്യായ ദേവിക്ക് നമസ്കാരം. അദൃശ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ഉൾപ്പെടുന്നതല്ല ആ ബ്രഹ്മസ്വരൂപം. അതാണ് അദൃശ്യം. ഇത് ദൃശ്യമാണ്, കാണുന്നതാണ്. എല്ലാ ദേവതാ സ്വരൂപങ്ങളും നമ്മൾ കാണുന്നുണ്ട്, ആലങ്കാരം കണ്ട് ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അത് ദൃശ്യം. അതെല്ലാം ശബ്ദബ്രഹ്മം, സഗുണബ്രഹ്മം, 25ാമത്തെ തത്വം. ഇവിടെ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് 26 തത്വമായ ബ്രഹ്മത്തെ. അതിനെ കാണാൻ പറ്റില്ല, കാരണം രൂപമില്ല. നേരത്തെ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ പറ്റില്ല, രൂപമില്ല എന്നർത്ഥം. അദൃശ്യായി ദൃശ്യരഹിതായ കാണപ്പെടുന്ന വസ്തുക്കൾക്കെല്ലാം അതീതയായവൾ ദേവി. കാരണം ഈ വസ്തുക്കളെല്ലാം ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ എന്നല്ല, ഇതിന് അതീതമായ ഒരു സ്വരൂപമുണ്ട്. അതാണ് ബ്രഹ്മം, കാണാൻ പറ്റാത്തതെന്നർത്ഥം. വിജ്ഞാനത്തിലെ നമഃ. അറിയുന്നവളായ ദേവിക്ക് നമസ്കാരം. എല്ലാ അറിവിനും അടിസ്ഥാനമായത് ദേവി എന്നർത്ഥം. അതുകൊണ്ട് എല്ലാം അറിയുന്നവൾ, എല്ലാം കൊണ്ടും അറിയപ്പെടേണ്ടവൾ. വേദ്യവദ്യതായ നമഃ. അറിയേണ്ടവയ്ക്കെല്ലാം അതീതമായവൾ ദേവി. അറിയേണ്ടവൾ ദേവി എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ ഒതുങ്ങിപ്പോകുന്നുള്ളത് കൊണ്ട് അതിലും അതീതമായത് ദേവി. അത്യതിഷ്ഠ ദശാങ്കുലം നമ്മൾ കണ്ടല്ലോ. യോഗിന്യേ നമഃ. യോഗിനിയായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മവുമായി അഭേദ്യ ബന്ധമുള്ളതാണ് യോഗം. അയോഗം യോഗാഭ്യാസം. അയോഗാഭ്യാസത്തിലൂടെ കുണ്ടലിനി ശക്തി പ്രയോഗം ചെയ്ത് എളുപ്പത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ താല്പര്യം. യോഗദായേ നമഃ. യോഗം നൽകുന്നവൾ ദേവി. യോഗ്യായേ നമഃ. യോഗാനുഷ്ഠത്താൽ അറിയേണ്ടവൾ ദേവി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിച്ച് ജീവബ്രഹ്മൈക്യം അനുഭവിക്കുന്നതാണ് യോഗം. ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രമേ മോഹം ഇല്ലാതാവുകയുള്ളൂ. മോഹം ക്ഷയിച്ചാലേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അതാണ് അവിടെ യോഗ്യായേ നമഃ. യോഗാനന്ദായേ നമഃ. യോഗത്താൽ ഉണ്ടാകുന്ന ആനന്ദമായ ദേവിക്ക് നമസ്കാരം. എന്താണ്? ശിവശക്തി സമരസ്യമാണ് ആനന്ദം. യോഗരത്തിലുള്ള ആനന്ദം എന്നും അർത്ഥമുണ്ട്. യുഗന്ധരായേ നമഃ. പ്രപഞ്ചഭാരം വഹിക്കുന്ന ദേവിക്ക് നമസ്കാരം. യുഗം വഹിക്കുന്നു എന്നാണ് നാമത്തിന്റെ അർത്ഥം. ഈ ജഗത്താകുന്ന രഥത്തെ, ഭാരത്തെ ചുമക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഇതിനെ രക്ഷിക്കുന്നവൾ എന്നർത്ഥം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, സ്വരൂപിണ്യേ നമഃ. എന്താണ് ഇച്ഛാശക്തി, എന്താണ് ക്രിയാശക്തി, എന്താണ് ജ്ഞാനശക്തി? ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ആദ്യം അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരണം. അത് ഇച്ഛ. ആ ആഗ്രഹം വന്നാൽ മാത്രം പോരല്ലോ. ആഗ്രഹം വന്നു, അത് സാധിക്കണമെങ്കിൽ അതിനുവേണ്ടി യത്നിക്കണം, പ്രയത്നിക്കണം. അത് ക്രിയ. പ്രയത്നിച്ചാൽ അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കും. അത് ജ്ഞാനം. ഇത് തന്നെയാണ് വലിയ ദേവസേനാ സമേത സുബ്രഹ്മണ്യ സ്വാമിയുടെ തത്വം. ദേവയാനി എന്ന് പറഞ്ഞ ഇച്ഛ, വല്ലി എന്ന് പറഞ്ഞ ക്രിയ, ജ്ഞാനം എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി. പല പുസ്തകത്തിലും ദേവയാനി ഇച്ഛയായിട്ടും അല്ല വള്ളി ആണ് ഇച്ഛ, ദേവയാനി ക്രിയ എന്നൊക്കെ പറയും. പാണ്ഡിച്ചേരിയില് പഴയ വിഗ്രഹങ്ങളുടെ ഇതുണ്ട്. ഞാൻ പോയപ്പോ പ്രത്യേകം നോക്കി, അത് ഭംഗിയായി കേട്ടിട്ടുണ്ട്. ഇടതുവശത്തിരിക്കുന്നതാണ് ദേവയാനി, വലതുവശത്തിരിക്കുന്നതാണ് വള്ളി. കാരണം ആദ്യത്തെ ഭാര്യയാണ് ദേവയാനി അല്ലേ? ദേവസേനാപതിയായിരുന്നു. ദേവസേനയെ കല്യാണം കഴിച്ചു കൊടുത്തത് ദേവസേന. അപ്പൊ അതാണ് ആദ്യം. അതൊന്നാണ് ഇടതുവശം. സാധാരണ മനുഷ്യർക്കാണെങ്കിൽ വലതുവശമാണ് ഇരിക്കുന്നത്. തമിഴ് സമ്പ്രദായത്തില് ഈ വിളാഴന്മാർ അങ്ങനെ ഉണ്ടല്ലോ, തമിഴ് സമ്പ്രദായം. അവരുടെയൊക്കെ സമ്പ്രദായത്തിൽ ഇടതുവശത്ത് കൊണ്ടിരുന്നു.
നമ്മുടെ സമുദായത്തിൽ ഇടതുവശം സ്ത്രീ സഹോദരിക്കുള്ളതാണ്, വലതുവശമാണ് ഭാര്യയ്ക്ക്. ദൈവദമ്പതികളെല്ലാം ഇടതുവശമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ദേവയാനി. ദേവയാനി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വള്ളി ചോദിച്ചാൽ കാര്യം അറിയണം. സുബ്രഹ്മണ്യൻ നല്ല അഴക് സ്വരൂപമായി ദേവയാനി ഇരിക്കുന്നു, പിന്നെ എന്ത് വള്ളി അന്വേഷിച്ചു പോയി പറഞ്ഞാൽ ഇച്ഛ ഉണ്ടായാൽ പോലല്ലോ ക്രിയ ഉണ്ടാകും. അതാണ് ദേവയാനി ഉള്ളപ്പോൾ തന്നെ വള്ളി തിരുമണം താല്പര്യം. അങ്ങനെ ദേവയാനിയും വള്ളിയും ഇച്ഛയും ക്രിയയും ചേർന്നാൽ ഇരിക്കുന്ന സ്വരൂപമാണ് ജ്ഞാനസ്വരൂപം. അതാണ് സുബ്രഹ്മണ്യ സ്വരൂപം. ആ സുബ്രഹ്മണ്യ സ്വരൂപം ജ്ഞാനം ഇതിനുള്ള തെളിവാണ് ആ വേൽ. വേലിന്റെ രൂപം കണ്ടിട്ടുണ്ടോ? പൂർത്തിരിക്കും, അകന്നിരിക്കും, ആഴത്തിലിരിക്കും. അറിവ് അങ്ങനെ ഇരിക്കണം, നല്ല ഷാർപ്പായിരിക്കണം, അകലമായിരിക്കണം, ആഴമായിരിക്കണം. അതാണ് അതിന് ജ്ഞാനവേൽ എന്ന് പേര് പറയാൻ കാര്യം. ഇത് മൂന്നും ദേവി തന്നെയാണ് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം? ലളിതാസഹസ്രനാമ നവാഹരിച്ച് നടക്കുന്നു, അല്ല ഭാഷയിൽ പറയുന്ന കേട്ടു, നമുക്കും കേട്ടാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ആദ്യം വരണം. ആഗ്രഹം വരണം. ആഗ്രഹം എന്നിട്ട് മിണ്ടാതിരുന്നാൽ പോരാ, വരണം. എവിടെ വരണം? എല്ലാവരും ക്ഷേത്രത്തിൽ വരണം. അത് ക്രിയ. വന്നാൽ മാത്രം പോരാ, 1.5 മണിക്കൂർ മെനക്കെട്ടിരുന്ന് ശ്രദ്ധിച്ച് വേറെ ചിന്തയൊന്നും ഇല്ലാതെ പറയുന്നത് മുഴുവൻ നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ടാൽ അത് മനസ്സിലാവും. അപ്പൊ സത്യമായ വസ്തു എന്താണെന്ന് ഉണർവ് നമുക്ക് കിട്ടും. അത് ജ്ഞാനം. അതാണ് ഇച്ഛ, ആദ്യം ആഗ്രഹം, കേൾക്കണമെന്നത് ആഗ്രഹം. ക്രിയ, അതിനുള്ള വേറെ വന്ന് ഇവിടെ കസേരയിലിരുന്ന് എല്ലാം ശ്രമിക്കണം. അത് ക്രിയ. ജ്ഞാനം, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം. ഇത് മൂന്നും ദേവി തന്നെയാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, സ്വരൂപീയമാണ്. സർവാധാരായ നമഃ. എല്ലാത്തിനും ആധാരമായി ദേവിക്ക് നമസ്കാരം. ആധാരം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. അത് നമ്മൾ വലിയ ആധാരം എഴുതി തന്നെ പറയുന്നു. നമ്മുടെ സ്വത്താണെന്നുള്ളത് ആ ഒരു പേപ്പറാണ് കണക്ക്. നമ്മൾ കൊടുക്കുന്ന എത്ര കോടി കണക്കിന് രൂപ കൊടുക്കുന്നു, അതിനൊന്നും വിലയില്ല. ആ പേപ്പറിനാണ് വില. അതാണ് ആധാരം. സുപ്രതിഷ്ഠായ നമഃ. സുപ്രതിഷ്ഠയായ ദേവിക്ക് നമസ്കാരം. സുപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശോഭനമായ നിലനിൽപ്പുള്ളവൾ എന്നർത്ഥം. ശോഭനമായ നിലനിൽപ്പുള്ളവൾ, എന്നും ഉള്ളത്. ഇന്നുണ്ട്, നാളെ ഉണ്ട്, ഇല്ല എന്നുള്ളതില്ല. എപ്പോഴും എന്നും എവിടെയും ഉള്ളത് ഈശ്വരസ്വരൂപം. സദസദ്രൂപധാരിണ്യനമ. സത്തായും അസത്തായുമുള്ള രൂപത്തിലുള്ളവൾ. സത്ത് ബ്രഹ്മവും അസത്ത് ജഗത്തും. സാധാരണ അസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടും, അസത്തെ എന്ന് വിളിക്കല്ലേ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അസത്ത് ജഗത്ത് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തത്, നശിക്കാൻ പോകുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം എന്നും ഇരിക്കുന്നത്. അപ്പൊ സത്തായി എന്നും ഇരിക്കുന്ന ബ്രഹ്മവും ദേവി തന്നെ. ഈ നശിക്കാൻ പോകുന്ന ജഗത്തിന്റെ രൂപത്തിലിരിക്കുന്നതും ഈശ്വരൻ തന്നെ. സത്തായും അസത്തായും ഇരിക്കുന്നവൾ. അതുകൊണ്ട് സദസദ്രൂപധാരിണ്യേ നമഃ. അഷ്ടമൂർത്തിയെ നമഃ. 8 അംഗമുള്ള മൂർത്തിയോട് കൂടിയവൾ ദേവി. ലക്ഷ്മി, മേധ, ധര, പുട്ടി, ഗൗരി, തുഷ്ടി, പ്രഭ, ധൃതി എന്ന് 8 ദേവി രൂപങ്ങൾ എന്നും പറയാം. പ്രകൃതിയുടെ തത്വം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനം, ബുദ്ധി, അഹങ്കാരം. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതിനെ ഭിന്ന പ്രകൃതിരക്തത. ഭഗവത്ഗീതയിലെ ലക്ഷണമാണ്. 8 തത്വങ്ങൾ, പ്രകൃതി തത്വങ്ങൾ 8 എണ്ണമാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ, മനം, ബുദ്ധി, അഹങ്കാരം. അജാജയിത്രേ നമഃ. അവിദ്യയായി ജയിക്കുന്ന ദേവിക്ക് നമസ്കാരം. അവിദ്യയെ ജയിക്കുന്ന ദേവിക്ക് നമസ്കാരം. അവിദ്യയായി ജയിക്കുന്നവല്ല, അവിദ്യയെ ജയിക്കുന്നവൾ. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ അല്ലാത്തതെല്ലാം അവിദ്യ. നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്ക് ഇരുട്ടെന്ന് പേര്. ഇപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തു എന്തെന്നുള്ളത് വിദ്യ. എന്താണ് സത്യമായ വസ്തു? അത്രയേ ഉള്ളൂ. ആ ഒരൊറ്റ വാക്ക് മാത്രം മനസ്സിലിരുന്നാൽ മതി. എല്ലാ ചോദ്യത്തിനും ഉത്തരം അത് തന്നെയാണ്. എല്ലാം ഇവിടെ നോനൻ എല്ലാ എസ് തന്നെ ഉത്തരമേ ഉള്ളൂ. ബ്രഹ്മം, അതാണ് സത്യം. അജാജയിത്രേ നമഃ. അവിദ്യയ്ക്ക് ആദിയില്ലാത്തത് കൊണ്ട് അതിനെ അജ എന്നും പറയുന്നു. ലോകയാത്ര വിദായിനി നമഃ. ലോകഗതിയെ നിയന്ത്രിക്കുന്നവൾ ദേവി. ലോകഗതിയെ നിയന്ത്രിക്കുന്ന പറഞ്ഞാൽ ഭക്തരുടെ ലോകയാത്രയും ദേവി നിയന്ത്രിക്കുന്നു അർത്ഥം. നമ്മള്
ചെയ്യുന്ന ഒவ்வொരു കാര്യങ്ങളും എല്ലാമേ ഈശ്വര ഭക്തിയോടെ ഈശ്വര വിചാരത്തോടെ ചെയ്താൽ നമ്മളെ നേരെ വഴിക്ക് നയിച്ച് നല്ലത് മാത്രം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നവൾ. ഏകാകിന്യേമ ഏകയായ ദേവിക്ക് നമസ്കാരം. സ്വതന്ത്രമായി സ്ഥിരമായി വേറൊരു വസ്തു ഇല്ലാത്തതിനാലും അദ്വൈത വസ്തുവായതിനാലും ദേവി ഏക. കാരണം രണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ദ്വൈതഭാവമായി അപ്പൊ തീർന്നു, എല്ലാം പോയി. ഒന്നിനേക്കാളൊന്ന് വലുതെന്നായിപ്പോ പിന്നെ കമ്പാരിസനായി പ്രശ്നമായി. എപ്പോഴത് പാടില്ല അല്ലെ? ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ഒരു കുട്ടി ഉണ്ടെങ്കിൽ പ്രശ്നമേ ഇല്ല, എല്ലാം അവൻ എടുത്തോളൂ. രണ്ടെണ്ണം ഉണ്ടെങ്കിലോ വീതിച്ചു കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അറിയാം എന്താണെന്നുള്ളത്. എവിടെ രണ്ടെന്ന് പറഞ്ഞാൽ അടി തന്നെയാണ്, ഒന്നാണെങ്കിൽ ഇല്ല. ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഒന്നിനെ ആശ്രയിക്കേണ്ടതില്ല, ഒന്നിനെ പേടിക്കേണ്ടതില്ല എന്നർത്ഥം. ഏകാകിന്യേ നമഃ ഭൂമരൂപായേ നമഃ അനന്ത വസ്തുവായ ദേവിക്ക് നമസ്കാരം. അനന്ത വസ്തു എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തതും അർത്ഥം. നിർദ്വൈതായ നമഃ ദ്വൈതമില്ലാത്തവൾ ദേവി. ദ്വൈതം എന്നാൽ രണ്ട് എന്നുള്ള അവസ്ഥ. ദ്വൈതമില്ലാത്തവൾ ദേവിയുടെ ബ്രഹ്മം ഒന്നേ ഉള്ളൂ, രണ്ടൊന്നും പറഞ്ഞ് ഇല്ല. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ നമ്മൾ തൊടുന്ന ഏതൊരു ദേവതാ സ്വരൂപമോ ദേവന്റെ സ്വരൂപമോ, ബ്രഹ്മത്തെ സ്ത്രീയായി സങ്കല്പിച്ചാൽ ദേവി, പുരുഷനായി സങ്കല്പിച്ചാൽ ദേവൻ, ഇതേ ഉള്ള വ്യത്യാസം. ദേവനിൽ XYZ ഒന്നും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഏത് ദേവന് വേണമെങ്കിലും എടുക്കാം. അതാണ് ഹിന്ദു മതത്തിന്റെ കാതലായ തത്വം. ഏറ്റവും വലിയ ഒരു ഹിന്ദു മതത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്ടദേവതാ ഉപാസന. ഏത് ദൈവത്തെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ താല്പര്യം. അപ്പോ അദ്വൈത രൂപണിയാണ് ദേവി. അങ്ങനെയുള്ള ദേവി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിലുള്ള ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്നു. ദ്വൈതവർജിതായ നമഃ. അപ്പൊ ഇങ്ങനെ ദ്വൈതവർജിതായ നമഃ ദിവസവും ജപിച്ചിട്ട് പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ പോയി മുരുകനെ തൊഴുതി മുരുകൻ ദേഷ്യപ്പെടും, ഇങ്ങനെയൊക്കെ വിചാരിച്ച പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദൈവത്തിനും ദേഷ്യപ്പെടാൻ അറിയില്ല. നമ്മളായിട്ട് പഠിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ മതി. പറഞ്ഞു അങ്ങനെ ഒരു സ്വഭാവമേ ഈശ്വരനില്ല എന്നർത്ഥം. ദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ വരും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ വരും. ഇവിടെ ഒന്നേ ഉള്ളൂ, അതാണ് അദ്വൈത സിദ്ധാന്തം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. ദ്വൈതവർജിതായ നമഃ. അന്നദായ നമഃ. ആഹാരം നൽകുന്നവൾ ദേവി. കാശിയിൽ അന്നപൂർണേശ്വരി ഉണ്ട്. അന്നത്തെ നൽകുന്നവൾ പറഞ്ഞാൽ അന്നം എന്ന വാക്കിന് ആഹാരം എന്ന് മറ്റും അർത്ഥമല്ല. ഈ സംഭാഷണം വരുമ്പോൾ ആളുകളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കും. അതാണ് ചിലപ്പോൾ മാറി എന്ന് സംസാരിക്കപ്പെടും. ദ്വൈതവർജിതായ നമഃ അന്നദായ നമഃ. അന്നം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആഹാരം എന്ന് മാത്രം അർത്ഥമല്ല. എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നു അതെല്ലാം അന്നം തന്നെയാണ്. നല്ല ദൃശ്യം കണ്ണിന് അന്നം, നല്ല വിഷയം ചെവിയിൽ കേൾക്കുന്നത് കാതിനാണ്. ഇതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അനുഭവിക്കുന്ന വസ്തു ഉണ്ടല്ലോ, അതാണ് അന്നം. അത് കൊടുക്കുന്നവൾ ദേവി എന്നാണ് അർത്ഥം, അല്ലാതെ ഭക്ഷണം നൽകുന്നവൾ മാത്രമുള്ള അർത്ഥമല്ല എന്നർത്ഥം. അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തി ചെയ്യുന്നവൾ. വസുദായേ നമഃ. വസു എന്ന് പറഞ്ഞാൽ ധനം എന്നർത്ഥം. ധനം നൽകുന്നവൾ ദേവി. അഷ്ടൈശ്വര്യം നമുക്ക് നൽകുന്നവൾ ദേവി. ധനം എന്ന് പറഞ്ഞാൽ വാക്യാർത്ഥമായി നോക്കിയാൽ ലൗകികമായ ധനം എന്ന് പറഞ്ഞാൽ പണം അല്ലെ? പണം, ഐശ്വര്യം, ആരോഗ്യം, ഇതെല്ലാം ധനം തന്നെയാണ്. അതും ദേവി തന്നെയാണ് തരുന്നത്. ധനം എന്ന വാക്കിന് ആത്മീയമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ധനം? വിദ്യ. വിദ്യാധനം സർവധനാൽ പ്രധാനം. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും നേരിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. എത്രത്തോളം നമ്മൾ അറിയാവുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് പറയുന്നുവോ അത്രത്തോളം നമുക്കും അറിവ് വർദ്ധിച്ചുകൊണ്ടേ വരും. ആ ഒരു ഉറം ഈ പറഞ്ഞു വരുമ്പോൾ ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മമാണ് സത്യം വരുമ്പോൾ ആ ഉണർവ് ഓട്ടോമാറ്റിക്കായിട്ട് വരും മനസ്സിൽ. ആ വിദ്യയാണ് ധനം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ലൗകികമായി നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള ധനം നൽകുന്നവൾ ദേവി. ആത്മികമായി നോക്കിയാൽ വിദ്യയാകുന്ന ധനത്തെ നൽകുന്നവൾ. എന്താണ് വിദ്യ? ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് വിദ്യ. വൃദ്ധായ നമഃ. അതിപുരാതനായ വൃദ്ധ എന്ന് പറഞ്ഞാൽ പ്രായമായ എന്നുള്ള അർത്ഥത്തിൽ പഴയത്.
എന്നല്ലേ പറയുന്നു. ഇവിടെ വൃദ്ധ എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ. ബ്രഹ്മാത്മൈക്യ സ്വരൂപിണിയർമ, ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തിന്റെ സ്വരൂപമായവൾ ദേവി. നോക്കൂ, ബ്രഹ്മവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തിന്റെ സ്വരൂപമായ ദേവി. ഇത് ആത്മാവ്, അത് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ ആത്മാവെ സ്വരൂപിക്കുന്നത് എന്താണ്? ഇതുപോലെ ക്ഷേത്രം. അതാണ് ഈശ്വരാരാധനയിലൂടെ നമ്മൾ ഏത് ദൈവത്തെ പൂജിക്കുന്നു ആ ദൈവത്തിലൂടെ ആ ബ്രഹ്മത്തെ നമ്മൾ അറിയണം. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഇതാണ് ബ്രഹ്മം എന്ന് വിശ്വസിച്ച് ആരാധിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. ആകാശപ്രദം പിതാകഷ്ട സാഗരം എന്ന് പറയുന്ന മാതിരി ഈ ആരാധനയെല്ലാം ആ ബ്രഹ്മത്തിന് തന്നെ പോയി ചേരും. ബൃഹത്യൈ നമഃ, അത്യന്തം മഹത്വമുള്ളവൾ. ദേവിയുടെ മഹത്വത്തെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. ബ്രാഹ്മണ്യൈ നമഃ, ശിവപത്നി, ശിവപത്നിയായ ദേവിക്ക് നമസ്കാരം. ബ്രാഹ്മ്യൈ നമഃ, ബ്രഹ്മശക്തിയായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ വാക്കെന്ന അർത്ഥമുണ്ട്, 26ാമത്തെ തത്വം എന്നും അർത്ഥമുണ്ട്. ബ്രഹ്മാനന്ദായ നമഃ, ബ്രഹ്മാനന്ദം എന്താണ്? ജീവബ്രഹ്മ ഐക്യം, അതാണ് ബ്രഹ്മാനന്ദം. അതാണ് ശരിക്കും കല്യാണം എന്ന് പറയുന്നത്. ജീവബ്രഹ്മ ഐക്യമാണ് കല്യാണം. ആ കല്യാണം നമ്മൾ സാധാരണ കല്യാണത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന പോലെ ആനന്ദം ആനന്ദം ആനന്ദമേ, പരമാനന്ദം ആനന്ദം ആനന്ദമേ. ഇത് തന്നെയാണ് നമ്മൾ വായിക്കത്തില്ലേ? അർത്ഥം തന്നെ. ആനന്ദമാനന്ദമാനന്ദമേ, പരമാനന്ദമാനന്ദം ആനന്ദമേ, ഞാൻ ചെയ്ത പുരാബലം ഇന്ദ്രിയ വലിത്തതമ ആനന്ദം ആനന്ദം ആനന്ദമേ. ശരിക്കുള്ള ആനന്ദം ജീവബ്രഹ്മ ഐക്യം, അതാണ് കല്യാണം. എന്താന്ന് വെച്ചാൽ ശാസ്ത്രം എന്ത് പറയുന്നു? ഗോവിന്ദൈവ പുരുഷ ബ്രഹ്മാത്മാ സ്ത്രീയെ വെച്ച. അപ്പൊ പിന്നെ ഈക്വാലിറ്റി പറയേണ്ട കാര്യമേ. എല്ലാവരും സ്ത്രീകളാണ്. ആത്മീയത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഗോവിന്ദൻ. ഗോവിന്ദൻ നമ്മുടെ കൃഷ്ണനെ എടുക്കരുത്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അത് നമ്മൾ ഗോവിന്ദൻ എന്ന് പറയുന്നത്. ഗോവിന്ദ ഏവ പുരുഷ, സംശയമേ വേണ്ട, ഒറ്റ പുരുഷനേ ഉള്ളൂ, അത് ഈശ്വരൻ ബ്രഹ്മം. ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും ഒരു പുരുഷനോടല്ലേ വിവാഹം നടക്കുള്ളൂ സാധാരണ. അതുകൊണ്ടാണ് ജീവബ്രഹ്മൈക്യം കല്യാണം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അതിനെ സിംബോളിക്കലായിട്ട് നോക്കുമ്പോൾ ഇതും ഒരു ഐക്യം തന്നെയാണ്. രണ്ട് ജീവങ്ങൾ തമ്മിൽ ഐക്യമാകുന്നത് തന്നെയാണ്. അത് ഐക്യമായി ഇരുന്നാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം സമൃദ്ധിയായി, കുടുംബവും നന്നാകും, നാട് നന്നാകും, എല്ലാം നന്നാകും. ഐക്യമായിരിക്കണം, അത്രയേ ഉള്ളൂ. ബ്രാഹ്മണ്യേ നമഃ, ബ്രാഹ്മ്യേ നമഃ, ബ്രഹ്മശക്തി, ബ്രഹ്മാനന്ദായ നമഃ, ബലിപ്രിയായ നമഃ. ബലിപ്രിയായ നമഃ, ബലി കൊടുക്കുന്നത് പ്രിയമുള്ളവർ. ഇങ്ങനെയൊക്കെയാണ് ആടിനെ വെട്ടുക, കോഴിയെ വെട്ടുക എന്നുള്ളതൊക്കെ പിന്നാടി വന്നത്. ഇവിടെ ബലി എന്ന വാക്കിന് എന്താണ് അർത്ഥം? ബലവാന്മാരിൽ പ്രിയമുള്ളവർ, അതാണ് ബലി. ബലവാൻ, ബലമുള്ളവൻ ബലി. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും സന്തുഷ്ടി, അതല്ല. ആരാണോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകീകരിച്ച് ഈശ്വരനിൽ ധ്യാനിക്കാൻ തയ്യാറാകുന്നോ, കഴിവുള്ളോ, അവനാണ് ബലവാൻ, അവനാണ് വീരവാൻ, അവനാണ് വീരൻ. അതാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവെന്നർത്ഥം. ബലിപ്രിയായ നമഃ, അവിദ്യ, രാഗദ്വേഷങ്ങൾ എന്നിവയെ എതിർത്ത് കീഴടക്കുന്നവരാണ് പ്രധാനമാർ. മനസ്സിലായല്ലോ? രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ദ്വേഷം എന്ന് പറഞ്ഞാൽ ദ്വൈതഭാവം. ഇത് രണ്ടും ഇല്ലാതാക്കി, അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ് സത്യം എന്നുള്ള ഉണർവില്ലാതെ ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. സന്തോഷം, ഇന്നുണ്ട് സന്തോഷം, നാളെ ഇല്ലെങ്കിൽ ദുഃഖമില്ല. ഈ ഒരു ചിന്ത വരണം. വന്നാൽ ഒരു പ്രശ്നവും ജീവിതത്തിലില്ല. ഇന്നുണ്ട് സന്തോഷം, നാളെ ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഉള്ളത് മതി എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം പോകും, അത് നാളെ ആയി, അങ്ങനെ വിചാരിച്ചാൽ മതി. പറയുന്നത് എളുപ്പം, ആ ഒരു ഫീൽ വരുന്നത് കഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മളെ അതിനുവേണ്ടി തയ്യാറാക്കിക്കൊള്ളണം. അതാണ് പറയുന്നത്. കാരണം അത് ഇല്ലാതാകുന്നതാണ്, നശിക്കുന്നതാണ് എല്ലാം. നശിക്കാത്തത് ഒന്നേ ഉള്ളൂ, ഈശ്വരൻ. ഈശ്വര ചിന്ത ഇതൊന്നേ മനിതന് ശാശ്വതമേ ലഹരിയെന്ന് പറയാൻ കാര്യമാണ്. ഭാഷാരൂപായ നമഃ, ഭാഷാരൂപിണിയായ ദേവിക്ക് നമസ്കാരം. എല്ലാ അക്ഷരങ്ങളും തിരിക്കുന്നതും ദേവിനാണ്. എന്ത് ഭാഷയായാലും എന്ത് അക്ഷരമായാലും എല്ലാം ഈശ്വര സ്വരൂപം തന്നെ നോക്കാം. ബൃഹത്സേനായ നമഃ, വലിയ സൈന്യത്തോടു കൂടിയവൾ ദേവി. ഉൽപ്പത്തി വിനാശങ്ങൾ ഇതെല്ലാം ഇല്ലാത്തവൾ അർത്ഥമുണ്ട്. വലിയ സൈന്യത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു കാര്യത്തെയും ചെയ്യണമെങ്കിൽ അതിന് ബലം ജാസ്തി വേണം, അല്ലേ? അസുരവൃത്തികളെ ഇല്ലാതാക്കണമെങ്കിലും സൈന്യങ്ങൾ വേണം. ഇവിടെ നമ്മുടെ ഉള്ളിൽ അസുരവൃത്തിയായ
വിചാരങ്ങളെ ഇല്ലാതാക്കാൻ ബലമുള്ളവൾ എന്നർത്ഥം. ഭാവാഭവ വിവർജിതായ നമഃ, ഉൽപ്പത്തി വിനാശങ്ങൾ ഇല്ലാത്തവൾ ദേവി. ഉൽപ്പത്തി ഉണ്ട്, വിനാശമുണ്ടെങ്കിൽ, വളർച്ച ഉണ്ടെങ്കിൽ അത് അനശ്വരം, നശ്വരമായി. അപ്പൊ പിന്നെ അത് ബ്രഹ്മം എന്ന് പറയാൻ പറ്റും അല്ലേ? അഴിയാത്തതാണ്, എന്നുമുള്ളതാണ്, സത്യമാണ് ദേവി. അതുകൊണ്ട് ഭാവാഭവ വിവർജിതായ നമഃ, സുഖാരാധ്യായ നമഃ, എളുപ്പത്തിൽ ആരാധിക്കാൻ പറ്റുന്നവൾ ദേവി. കണ്ടോ? കാരണം അമ്മ എന്ന് വിളിച്ചാണ് നമ്മൾ ആദ്യമേ തുടങ്ങുന്നത്. അമ്മയോട് എന്ത് സ്വാതന്ത്ര്യവും നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഈശ്വര വിചാരത്തിൽ നമ്മൾ ഒരു പ്രയാസവും കാണിക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ ആരാധിക്കാൻ പറ്റുന്നതാണ് ദേവി നന്ദം. ശുഭകർമ്മ, എല്ലാവർക്കും മംഗളത്തിൽ ചെയ്യുന്നവൾ ദേവി. അഥവാ ഒരു കുട്ടിയെ അമ്മ ശിക്ഷിച്ചാൽ പോലും കുട്ടിയോടുള്ള വാത്സല്യക്കുറവ് കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല, വാത്സല്യമുള്ളത് കൊണ്ടാണ് അതിനെ ശിക്ഷിക്കുന്നത്. ഈ അമ്മ അതും ചെയ്യും, ശിക്ഷിക്കുന്നത് അറിയാത്തവരങ്ങനെയാണ്. ശോഭനായ സുലഭായ നമഃ, ശോഭനും സുലഭവുമായ മാർഗമായ ദേവിക്ക് നമസ്കാരം. ശോഭന, സുലഭം എന്ന് പറഞ്ഞാൽ, ശോഭന എന്ന് പറഞ്ഞാൽ മുക്തി, മുക്തിയെ നൽകുന്നവൾ, മുക്തിയാകുന്ന ഗതിയെ നമുക്ക് കാണിക്കുന്നവൾ, നമുക്ക് മോക്ഷത്തെ നൽകുന്നവൾ എന്നർത്ഥം. രാജരാജേശ്വരി നമഃ, എല്ലാ ചക്രവർത്തിമാർക്കും അതുപോലെ ദേവന്മാർക്കും ഈശ്വരിയാണ് ദേവി. എല്ലാത്തിനും അതീതമായവൾ, അതിനേക്കാളും വലുതൊന്നുമില്ല എന്നർത്ഥം. രാജധാനിനി നമഃ, രാജ്യം നൽകുന്നവൾ. ഇവിടെ രാജ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് രാജാക്കന്മാർക്കുള്ള രാജ്യം എന്നുള്ള അർത്ഥമല്ല. രാജ്യം എന്ന് പറഞ്ഞാൽ മോക്ഷരാജ്യം. ഇതേ ഉള്ളൂ. നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനിയൊരു ജന്മമില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകണം. അതാണ് ഇതിലെല്ലാം നക്ഷലായിട്ട് പറയുന്നത്. ഉപാസകന്മാർക്ക് ദേവി മോക്ഷസാമ്രാജ്യം നൽകുന്നു. അതുകൊണ്ട് മോക്ഷ രാജ്യദായിനി നമഃ, രാജ്യവല്ലഭായ നമഃ, വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രിയമുള്ളവൾ ദേവി. ഇതെല്ലാം നമ്മള് വിഷ്ണുവിനെ പൂജിച്ചാൽ വൈകുണ്ഠം, ശിവനെ പൂജിച്ചാൽ കൈലാസം, ഇങ്ങനെയൊക്കെ നമ്മൾ കഥയായി പറഞ്ഞിരിക്കുന്നു. സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലോകമൊന്നും വാസ്തവത്തിലില്ല. ഇതൊക്കെ പറഞ്ഞ ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലാതായി പോകും. ഉള്ളിലേടെ പറയാൻ പാടില്ല. നമ്മളതാണ് വിഹിത കുണ്ടേ വൈകുണ്ഠം എന്നാണ് പറയുന്നത്. എവന്റെ മനസ്സിൽ ദോഷമില്ലാതെ ഇരിക്കുന്നു, അതാണ് വൈകുണ്ഠം. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സത്സംഗ സ്വർഗ. നരകം എന്താണ്? അസത് സംസാര വിഷയ ജനസംസർഗ നരക. മനുഷ്യന്റെ മനസ്സിനെ നല്ലത് ചിന്തിക്കുകയും നല്ലതിനെ നയിക്കുകയും ചെയ്യുന്ന ആ കൂട്ടുകെട്ട്, സംഘമായി ഇരിക്കുന്ന സത്സംഗമാണ് സ്വർഗം. അതല്ലാത്തതെല്ലാം നരകം. അസത് സംസർഗ നരക. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏതോ ഒരു ലോകമുണ്ട്, അവിടെ ഡാൻസ് ഒക്കെ കാണാം, അമൃതം തിന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളതൊന്നും ആരും സ്വപ്നം കാണുന്നില്ല. അങ്ങനെ ലോകങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര ഭക്തി വരുന്നതിന് വേണ്ടി പറയുന്നു, അത്രയേ ഉള്ളൂ. രാജ്യലക്ഷ്മി നമഃ, രാജപീഠ നിവേദ നിജാശ്രിതായ നമഃ, തന്നെ ആശ്രയിക്കുന്നവർക്ക് രാജപീഠത്തിൽ വാഴിക്കുന്നവൾ. രാജപീഠത്തിൽ വാഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യത്തോടു കൂടി സൗഖ്യമായി ജീവിക്കാനുള്ള അവസരം നൽകുന്നവർ നടത്തണം. രാജ്യലക്ഷ്മി നമഃ, രാജ്യലക്ഷ്മി എന്ന് പറയുന്നത് ദേവതയുടെ പേര് തന്നെയാണ് ഒരു പര്യായ പദം. കോശനാഥായ നമഃ, ധനത്തിന്റെ അധിദേവതയാണ് ദേവി. ശരീരത്തിലെ പഞ്ചകോശങ്ങൾക്കും ദേവി അതീശ്വരിയാണ്. അതുകൊണ്ട് കോശനാഥായ നമഃ. ചതുരംഗ വരേശ്വരി നമഃ, ചതുരംഗ സേനയുടെ ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. ചതുരംഗ സേന എന്ന് പറഞ്ഞാൽ ആന, കുതിര, തേർ, കാല, ഇതാണ് ചതുരംഗ സേന. ആന എന്ന് പറഞ്ഞാൽ ഒരു ആന, ആനയുടെ മുകളിൽ ഒരാൾ, ആനയുടെ മുമ്പിൽ ഒരാൾ, ആനയുടെ പുറകിൽ ഒരാൾ, ഇങ്ങനെ 10,000 അതാണ് ഗജസൈന്യം. കുതിര എന്ന് പറഞ്ഞാൽ ഒരു കുതിര, കുതിര പുറത്ത് ഒരു യോദ്ധാവ്, കയ്യിൽ ഏതെങ്കിലും ആയുധം, കുന്തം അല്ലെങ്കിൽ വാൾ എന്തെങ്കിലും വെച്ചൊരു യോദ്ധാവ്. തേർ എന്ന് പറഞ്ഞാലോ 4 കുതിര, ഒരു തേർ, ഒരു തേരാളി, ഒരു യോദ്ധാവ്. ഇത് തന്നെയാണ് തേർ. ഇതുപോലെ 10,000 തേർ. കാല എന്ന് പറഞ്ഞാൽ ഒറ്റ കയ്യിൽ ഏതെങ്കിലും ആയുധം എടുത്തുകൊണ്ട് വളരെ പരിചയത്തിൽ പറഞ്ഞിട്ട് ഏത് യുദ്ധം നടന്നാൽ ആദ്യം ഇവരെ വരുള്ളൂ. നമ്മൾ ചെസ് കളിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? വാണിനകത്ത് വെക്കുന്നത്. അതാണ് കാല. ചതുരംഗ സേനയോട് കൂടിയവൾ ദേവി നർത്തം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ദേവി യുദ്ധത്തിന് പോകുന്നതായി വർണ്ണിക്കുന്നത് കൊണ്ട് ഈ ചതുരംഗ സേനയോട് കൂടിയവൾ എന്ന് പറയാൻ കാര്യം എല്ലാത്തിനും അതീതമായ ഈശ്വര സ്വരൂപം. ഈശ്വരിക്കുമുണ്ട് ചതുരംഗ സേന.
സാമ്രാജ്യദായിന്യേ നമഃ. സാമ്രാജ്യം നൽകുന്നവൾ ദേവി. സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മോക്ഷ സാമ്രാജ്യം. ആത്മീയമായ അർത്ഥം. ലൗകികമായ അർത്ഥം നോക്കിയാൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകുന്നവൾ എന്നർത്ഥം. സാധാരണ നമ്മൾ നോക്കിയാൽ ഒരു 95% ആളുകളും സൗഖ്യമായിട്ട് തന്നെ ഇരിക്കുന്നല്ലേ. നമുക്കൊന്നും ഒരു കുറവുമില്ല. അസുഖമെല്ലാം മാറ്റിയേക്കും. അതൊന്നും കണക്കിലെടുക്കരുത്. അത് എത്രത്തോളം സൗകര്യപ്പെടുന്നു അത്രത്തോളം അസുഖം വരും. ബേസിൽ ഇരിക്കുന്നതോറും ഇസ്ലാമിലേക്ക് പോകും അല്ലേ. ധാരാളം സ്വീറ്റ് കഴിക്കുന്നതോറും ഷുഗർ ഇങ്ങനൊക്കെ വരും. അതെല്ലാം പോട്ടെ. അല്ലാതെ പ്രയാസം, കഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഭക്ഷണത്തിന് കഷ്ടമുണ്ടോ? ഇല്ല. വസ്ത്രത്തിന് കഷ്ടമുണ്ടോ? ഇരിപ്പിടത്തിന് കഷ്ടമുണ്ടോ? എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ 2 വീലറും 4 വീലറും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാം ദൈവം തന്നതാണെന്നുള്ള ആ ഒരു വികാരത്തോടെ അനുഭവിക്കണമെന്ന് മാത്രമാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ. എല്ലാ സൗഭാഗ്യവും നമുക്ക് കൊടുക്കുന്നവൾ. അതാണ് സാമ്രാജ്യദായിന്യേ നമഃ. സത്യസന്ധായേ നമഃ. സത്യത്തിൽ നിഷ്ഠയുള്ളവൾ ദേവി. സത്യസ്വരൂപിണി ബ്രഹ്മമായവൾ. സാഗരമേഖലായ നമഃ. സമുദ്രത്തെ അരഞ്ഞാണായി കൊണ്ടവൾ. സമുദ്രം എങ്ങനെ ഭൂമിക്ക് അരഞ്ഞാണായിരിക്കുന്നു, സമുദ്രത്തെ അരഞ്ഞാണായി കൊണ്ടവൾ എന്ന് പറഞ്ഞാൽ ആ രൂപത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആദിത്യ രൂപായ നമഃ എന്ന് ഇന്നലെ കണ്ടില്ലേ, അതേ അർത്ഥം തന്നെയാണ് ദേവി. ദീക്ഷിതായ നമഃ. മന്ത്രദാനം കൊണ്ട് പാപത്തെ ഇല്ലാതാക്കുന്നവൾ. മന്ത്രദാനം കൊണ്ട് പാപത്തെ ഇല്ലാതാക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലളിതാ സഹസ്രം ഇതും ഒരു മന്ത്രം തന്നെയാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്ന് ഇപ്പൊ നമ്മളിതൊക്കെ കേട്ട് വരുമ്പോൾ ഓരോ നാമം പറയുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. സംശയമേ വേണ്ട. എല്ലാം കേട്ട് ഒന്നും ഓർമ്മയില്ലാന്ന് വിചാരിക്കാതില്ല. അഥവാ അങ്ങനെ മറന്നുപോയാൽ ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത്. അത് കേട്ടാൽ മതി. ധാരാളം പേര് 5800 പേര് വരെ കേട്ടതായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഇവിടെ വാച്ച് അവേഴ്സ് തരുന്നില്ല. ഒരു 5 മിനിറ്റ് കേട്ടിട്ട് വിട്ടുകളയും. പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കണ്ട. അത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അടുക്കളയിൽ കുക്കിങ്ങോ മാവരയ്ക്കോ എന്തുവേണേലും ചെയ്തോളൂ. അത് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. ചെവിയിൽ കേൾക്കാമല്ലോ. ആ കേൾക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സതിൽ ലയിക്കുമ്പോൾ പിന്നാടി ആ മന്ത്രം ഉച്ചരിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരും. കാരണം മന്ത്രം മുഖേന നമുക്ക് ജ്ഞാനത്തെ കൊടുക്കുന്നവൾ ദേവി നന്ദ. അതാണ് അവിടെ ദീക്ഷിതാ. ദൈത്യശമന്യേ നമഃ. അസുരന്മാരെ ഇല്ലാതാക്കും. ദൈത്യന്മാർക്ക് അസുരന്മാരെ ഇല്ലാതാക്കുന്നവൾ. സർവലോക വശങ്കര്യേ നമഃ. എല്ലാ ലോകങ്ങളെയും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നവൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതീതമായവൾ ദൈവികം. എല്ലാത്തിനും നിയന്ത്രിക്കാൻ കഴിവുള്ളവൾ. സർവാർത്ഥദാത്രേ നമഃ. അർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഉദ്യത്പാദ സമീപ ശ്ലോകത്തില് പറഞ്ഞു. ധർമ്മം അവനവൻ ചെയ്യുന്ന ജോലി, അർത്ഥം അതിന്റെ ഫലം, കാമം ആഗ്രഹം. ഇത് 3 കഴിഞ്ഞാലേ മോക്ഷം കൊടുക്കും. ഇതാണ് ദൈവത്തിലുള്ള 4 കൈകൾ. സാവിത്രിയെ നമഃ. സാവിത്രിയായ ദേവിക്ക് നമസ്കാരം. സൃഷ്ടിയുടെ ശക്തിയാണ് സാവിത്രി. സവിത എന്ന് പറഞ്ഞാൽ സൂര്യൻ അർത്ഥമുണ്ട്. സച്ചിദാനന്ദ രൂപിണിയെ നമഃ. സച്ചിദാനന്ദ രൂപിണിയായ നമസ്കാരം. സത്ത്, ചിത്ത, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ചിത്ത എന്ന് പറഞ്ഞാൽ ബോധം, ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പൊ എന്നും നിലനിൽക്കുന്നത് ഈശ്വരനാണെന്നുള്ള ബോധം ആർക്കുണ്ടാകുന്നോ അവന്റെ മനസ്സിൽ ആനന്ദം നിരന്തരമായിട്ടുണ്ടാകും. അതാണ് സത്ത്, ചിത്ത, ആനന്ദം, സച്ചിദാനന്ദം. സിമ്പിൾ. സത്ത് എന്നും നിൽക്കുന്നത്, എന്നും ഉള്ളത്, നിലനിൽക്കും, മാറ്റമേ ഇല്ല. ചിത്ത എന്ന് പറഞ്ഞാൽ ആ ബോധം, ആനന്ദം, സന്തോഷം. ദേശകാല പരിച്ഛിന്നായ്മ. ദേശകാലങ്ങളാൽ പരിമിതിയാവാത്തവൾ ദേവി. കാരണം നമ്മുടെ ഇതെല്ലാം ധാരാളം എല്ലാ ആളും ജോലി ചെയ്യുന്നവരാണ്. മിക്കവാറും കമ്പനിയിൽ നോക്കിയാൽ എറണാകുളത്ത് ഇവിടുന്ന് പോയി ജോലി ചെയ്ത് വരുന്നവരുണ്ട്. ഞാനും 1.5 വർഷം ട്രെയിൻ ചെയ്യാൻ ചേർന്നു. 5 വർഷം ചെയ്തു, അല്ലെ 1 വർഷം ചെയ്തു. എൻ്റെ കൂടെ വന്നവരെല്ലാം എറണാകുളത്ത് നിന്ന് വന്നവരുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്തിൽ കയറും. അതിൽ പറയുമ്പോൾ അവർ അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിച്ചു കൊടുത്ത് ട്രെയിനിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് വേണാടിൽ വീട്ടിൽ പോയിട്ട് അടുത്ത രാവിലെ വേണാടിൽ വീണ്ടും വരണം. അവർ കിട്ടുന്ന 2 മണിക്കൂറോ 1.5 മണിക്കൂറോ ആണ് സമയം. അവർ ചോദിച്ചു, നമ്മൾ എങ്ങനെ സാറേ ഇതെല്ലാം ജീവിക്കും? ആലോചിച്ചു. 10 മണിക്ക് വീട്ടിൽ പോകുന്നു, 5:30 മണിക്ക് വീട്ടിൽ ഇറങ്ങി 6 മണിക്ക് ട്രെയിൻ പിടിക്കണം. എങ്ങനെ ഇരിക്കാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, 10 മണിക്ക് വീട്ടിലെത്തുന്നില്ലേ? വീട്ടിലെത്തിയവനെ കൈ കാലും മുഖവും കഴുകി കുളിക്കണമെന്ന് പറയുന്നില്ല. എടുത്ത് നോക്കിക്കൊള്ളണം. ഒരു വിഷമവുമില്ല. കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ മുട്ടിന് താഴെ, കാൽമുട്ടിന് താഴെ, ഈ ശനിയാഴ്ച വെച്ച സത്യത്താണ് അതെന്ന് പറയാം, കഴുകിയിട്ട് വാ നിറയെ വെള്ളം എടുത്ത് 7 പ്രാവശ്യം ഇടത്തോട്ട് നോക്കി നമ്മൾ വാ ഒപ്പിച്ച് തുപ്പിയാൽ മതി.
പഞ്ചാംഗ സ്നാനം എന്ന് പേര്. അത് ചെയ്തിട്ട് വിളക്ക് കത്തിച്ച് എന്തെങ്കിലും നാമജപി വിളക്ക് അണച്ചു. 10 മണിക്ക് കത്തിക്കാമോ എന്ന് ചോദിക്കരുത്. കാരണം ആ സമയത്തും ദേവിയെ ഒരു വിളക്ക് കത്തിക്കണം, നാമം ചൊല്ലണം എന്നുള്ള ചിന്തയാണ് അവിടെ വരുന്നത്. അതിലെന്താണ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ പദം ദേശകാല പരിച്ഛിന്നായനമാണ്. ദേശമോ കാലമോ ഒന്നും അതിന് പറഞ്ഞിട്ടില്ല. എന്നെ ചുമ്മാ വൈകുന്നേരം വരെയുള്ള സീരിയലാണ് കണ്ടിട്ട് അതിൽ 10 മണിക്ക് വിളക്ക് കത്തിക്കുന്നതല്ല. നിവൃത്തിയില്ലാത്ത കാര്യത്ത് നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് വിളക്ക് കത്തിച്ചെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു നാമം 2 നാമം ചൊല്ലിയിട്ട് ഉണ്ട്. ദേശമോ കാലമോ എല്ലാം നമുക്കാണെന്നല്ലാതെ ദേവിക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ ദേശകാല പരിച്ഛിന്ന ഇന്ന ദേശത്തെ ഉള്ളൂന്നില്ല. ഇപ്പൊ നമുക്ക് ഫാറിനൊക്കെ എത്ര ക്ഷേത്രങ്ങളാണ്. ഇതുപോലൊന്നും അല്ല, സ്വർണം കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾ. ഇപ്പൊ പുതിയതായിട്ട് ഒരു ക്ഷേത്രം വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളാണ്. അപ്പൊ അവിടെ ഇല്ലേ. അതുകൊണ്ട് ദേശവും കാലവും കൊല്ലാം സാധാരണ മനുഷ്യർക്കാണ്, ഈശ്വരിക്കില്ല. സർവകാര്യം എങ്ങും നിറഞ്ഞിരിക്കുന്നവർ ദേവി. 3 എക്സാമ്പിൾ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലേ? കുടത്തിൽ സ്വർണം, കുടത്തിൽ മണ്ണ്, മുണ്ടിൽ നൂല്. ഒന്നും വേണ്ട, നമ്മുടെ വസ്ത്രത്തിൽ മാത്രം ഓർത്താൽ മതി. അല്ലെങ്കിൽ ആവരണം, ഒരു ആവരണമെങ്കിലും ഇല്ലാത്തവർ ആരും കാണില്ല. എന്തെങ്കിലും ഒരു ആവരണമില്ല, ഇമിറ്റേഷൻ എങ്കിലും കാണില്ല. അതിൽ ഓർത്താലും എങ്ങനെ കുണ്ടലത്തിൽ സ്വർണം നിറഞ്ഞിരിക്കുന്നുവോ, എങ്ങനെ മുന്നിൽ നൂല് നിറഞ്ഞിരിക്കുന്നുവോ, എങ്ങനെ കുടത്തിൽ മണ്ണ് നിറഞ്ഞിരിക്കുന്നുവോ, അതുപോലെ എങ്ങും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര സ്വരൂപം. സർവമോഹിന്യേ നമഃ, സർവകായേ നമഃ എന്നും നിറഞ്ഞിരിക്കുന്നവൾ. സർവമോഹിന്യേ നമഃ, എല്ലാവരെയും മോഹിപ്പിക്കപ്പെട്ടവൾ. മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാലോകത്തെ സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നതാണ് മോഹം. നമ്മളെല്ലാം മോഹത്തിലിരിക്കണം. എന്തുകൊണ്ട്? മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതി കാരണം. ഈ മോഹം ഉണ്ടായാലേ, ഈ ലോക സത്യ വിശ്വാസം ഉണ്ടായാലേ നമുക്ക് ലൗകികത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ, ലോകം നിലനിൽക്കുകയുള്ളൂ. അതാണ് കാര്യം. അതേ ദേവി തന്നെ പറയുന്നു, ഈ മോഹത്തെ ഇല്ലാതാക്കിയാലേ നിനക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ മായയിലാക്കാതെ നമുക്ക് മോക്ഷം തന്നൂടെ? എന്തിനോട് നമ്മളിട്ട് കഷ്ടപ്പെടുത്തി ചെയ്യുന്നത്? അതിനാൽ അതിൽ അനുഭവിച്ചാലേ അതിൽ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഉണ്ടെന്ന് വിചാരിക്കും. ഒന്നുമില്ല, ഇത് വെറും ദുഃഖത്തെ മാത്രം കൊടുക്കുന്നതാണ്. ഇന്ന് സുഖം നാളെ ദുഃഖം എന്നുള്ള ചിന്ത വന്ന് അതിനുള്ളൊരു വെറുപ്പുണ്ടാകണം. എങ്കിലും വൈരാഗ്യം ഉണ്ടാകണം. ആ വൈരാഗ്യമാണ് ജ്ഞാനവൈരാഗ്യം. ആ ജ്ഞാനവൈരാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മായയെ നമ്മുടെ ആൾക്ക് എല്ലാം നമ്മളെ കൊണ്ട് മോഹിപ്പിച്ച് അനുഭവിപ്പിക്കുന്നത്. സരസ്വതി രൂപത്തിലുള്ള, സരസ്വതി എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ദേവത. വിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, സത്യം എന്നുള്ള ഉണർവ്. ശാസ്ത്രമയേമ, ശാസ്ത്രങ്ങളുടെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. പ്രത്യക്ഷവും അനുമാനവുമായ വസ്തുക്കളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണം, ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പാടില്ല. ശാസ്ത്രം ചെരുപ്പ്. എന്തുകൊണ്ടാണ് ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ എന്താ കുഴപ്പം ചോദിച്ചാൽ, ചെരുപ്പിട്ടുകൊണ്ട് റോഡിൽ വരുമ്പോൾ ആ ചെരുപ്പിൽ എന്തെല്ലാമാണ് നമ്മൾ ചവിട്ടി വരുന്നത് നമുക്കറിയില്ല. ഇപ്പൊ ക്ഷേത്ര പരിസരം ശുദ്ധമായിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ അശുദ്ധിക്ക് ഇടം കൊടുക്കരുത്. അതുകൊണ്ടാണ് ചെരുപ്പ് ഉപയോഗിച്ചിട്ട് വരുന്നത്. ഇത് മനസ്സിലാക്കി തന്ന് അത് പലരും ശാസ്ത്രം ചെരുപ്പിടാൻ പാടില്ല, അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുക്കാം, കുഴപ്പമില്ല. ആ ശാസ്ത്ര രൂപത്തിലിരിക്കുന്നത് ദേവി തന്നെ, ശാസ്ത്ര രൂപത്തിലുള്ള ദേവി. ഗുഹാംബായി നമഃ, ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ, അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ. സുബ്രഹ്മണ്യന്റെ അമ്മയായ ദേവിക്ക് നമസ്കാരം. ഇത് പര്യായം. മുഖ്യരൂപിണ്യേ നമഃ, രഹസ്യമായി അധ്യാത്മതത്വമാകുന്ന ദേവിക്ക് നമസ്കാരം. അധ്യാത്മതത്വം എന്ന് പറഞ്ഞാൽ അഹബ്രഹ്മാസ്മി എന്നുള്ള ഉണർവ്. അനേകം സാധകരിൽ ഏതാനും ചിലർക്കേ ദേവി മഹത്വം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ലല്ലോ. എല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന ഒരേ ടീച്ചർ തന്നെയാണ്, ഒരേ പാഠപുസ്തകത്തിന് ഒരേ ക്ലാസ് റൂം തന്നെയാണ്. എല്ലാവരും ഒരുപോലെ മാർക്ക് വാങ്ങുന്നില്ലല്ലോ. അവനവന്റെ ആ കഴിവനുസരിച്ചാണ് അവന്റെ കഴിവ് തെളിയിക്കുന്നു, കിട്ടുന്നു. അതേപോലെ നമ്മൾ ആരാധിക്കുന്നതും എല്ലാവരും ഒരേപോലെ ആരാധിച്ചാലും ഓരോരുത്തരുടെ ആ നിഷ്ഠ, ആ മനസ്സ്, ആ ശ്രദ്ധ, അതിന്റെ വ്യത്യാസം അനുസരിച്ചാണ്. അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ കിട്ടത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവർക്ക് കിട്ടും, അതിൽ സംശയം വേണ്ട എന്നാണ് പറയുന്നത്. മുഖ്യരൂപിണ്യേനമ, സർവോപാധി വിനിർമുക്തായമ, ഉപാധികളൊന്നും ഇല്ലാത്ത ദേവിക്ക് നമസ്കാരം. ഉപാധി എന്ന് പറഞ്ഞാൽ പരിമിതി, ലിമിറ്റേഷൻ. നോ ലിമിറ്റേഷൻ അറ്റ് ആൾ. ഇത്ര ദിവസമേ പോകാവോ ഒന്നുമില്ല. അമ്പലത്തിൽ എന്ന് പോകാം. ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം പോകാം. ആരും ഒന്നും ചോദിക്കും.
നമുക്ക് എപ്പോഴും വേണമെങ്കിലും പോവാം. കാരണം എന്താ, നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത്ര മണിക്ക് ജീവിക്കാവൂ, രാത്രി 8 മണിക്ക് ജീവിക്കരുത്, ഉച്ചയ്ക്ക് 2 മണിക്ക് ജീവിക്കരുത്, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത്. അപ്പൊ പിന്നെ ദേശകാല പരിച്ഛിന്നമായ അർത്ഥത്തിന് വിലയില്ലല്ലോ. എനിക്ക് സമയം അപ്പോഴാണെങ്കിൽ സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, പ്രഭാതം പ്രദോഷം എന്ന് നമ്മൾ കണക്കെടുക്കുന്നു. സന്ധ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഈ സൂര്യനല്ല, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനല്ല. അത് മനസ്സിലായ ഈ പ്രശ്നമെല്ലാം തീരും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. എപ്പോഴാണ് നമ്മുടെ മനസ്സ് ആത്മാവിനെ ചിന്തിക്കുന്ന അപ്പ സന്ധ്യ. ആ സമയത്ത് നമുക്ക് ഈശ്വര വിചാരം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഉപാധികളില്ലാത്തവർ സദാശിവ പതിവ്രതായ സദാശിവന്റെ പതിവ്രതയായ ദേവിക്ക് നമസ്കാരം. പതിവ്രത എന്നത് ഏത് കാലത്തും പതിയിൽ ശ്രദ്ധയുള്ള വ്രതമായി കൊണ്ടവരെന്ന് അർത്ഥം. സമ്പ്രദായേശ്വരി, സമ്പ്രദായങ്ങളെല്ലാം ഈശ്വരി. ഗുരു ശിഷ്യ ക്രമത്തിൽ വരുന്ന വിദ്യയാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഒരു ഗുരു അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്നും വിദ്യ ഗ്രഹിച്ച് ആ ഗുരു ആ ശിഷ്യന് പറഞ്ഞു കൊടുക്കും. ആ ശിഷ്യൻ അത് പഠിച്ച ശേഷം അവൻ വേറൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നവൻ ഗുരു, കേൾക്കുന്നവൻ ശിഷ്യൻ. ഇങ്ങനെ പരമ്പര ഇങ്ങനെയാണ് വിദ്യ നമുക്ക് ട്രാൻസ്ഫർ ആവേണ്ടത്, പകരേണ്ടത്. അതാണ് സമ്പ്രദായം എന്ന് അർത്ഥം. സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്ന അർത്ഥത്തിൽ പറയും. ഇവിടുത്തെ സമ്പ്രദായം ഇതാണ് പറയുന്നത്, പ്രാക്ടീസ്. ഇത് ശരിക്കും ഇതാണ് പ്രാക്ടീസ്. അത് അതുപോലെ തന്നെ നമ്മളൊരു രീതി വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സമുദായത്തിൽ ഓരോ മാതിരിയാണ്. മരണാനന്ദ ചടങ്ങായാലും ശരി, വിവാഹമായാലും ശരി, ഓരോ സമുദായത്തിൽ ഓരോ രീതി സമ്പ്രദായമാണ് വെച്ചിരിക്കുന്നത്. അത് അവർ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ഏത് സമ്പ്രദായത്തിൽ ചെയ്താലും എല്ലാത്തിനും അതീതിയായിരിക്കുന്നവൾ ഈശ്വരി. ഈശ്വരി തന്നെയാണ് ഈ സമ്പ്രദായത്തിനെല്ലാം അധികാരി. സാധനീയമാ ഉചിതമായി പ്രവർത്തിച്ചു എന്ന് പറയത്തക്കവളായ ദേവിക്ക് നമസ്കാരം. ഉചിതമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്തു. അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ ദേവിയെ പറയാം, അതാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ദേവി ഭക്തയാണ്, ദേവി ഭക്തനാണെന്ന് അവകാശപ്പെടുന്നവരെല്ലാം ആ രൂപത്തിൽ, ആ സ്വരൂപത്തിൽ ഇരിക്കണം. അതാണ് കാര്യം. എങ്കിലും അത് പ്രയോജനമുണ്ട്. ദേവിക്ക് മാത്രം പ്രയോജനമില്ല, നമുക്ക് എന്ത് പ്രയോജനം? എന്തെല്ലാം ദേവിക്ക് ഉണ്ടെന്ന് പറയുന്നു, ആ സ്വഭാവവിശേഷങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ഉണ്ടാകും, സംശയമേ വേണ്ട. എന്തെല്ലാം ദേവിക്ക് ഇല്ല എന്ന് പറയുന്നു, അതൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. രാഗദ്വേഷങ്ങൾ പാടില്ല, ക്ഷോഭം പാടില്ല, വൈരാഗ്യം പാടില്ല. ഇതൊന്നും നമ്മുടെ ഉള്ളിലും ഉണ്ടാകുന്ന താല്പര്യം. എങ്കിൽ മാത്രമേ കാണിക്കുന്ന ഭക്തിക്കും ചെയ്യുന്ന ആരാധനയ്ക്കും പ്രയോജനമുള്ളൂ എന്നർത്ഥം. സാധ്യതമായി ഈ എന്ന് സ്വരമാകുന്ന കാമകലയായി വർത്തിക്കുന്ന ദേവി. ഗുരുമണ്ഡല രൂപിണിയും ഗുരുമണ്ഡല സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. പരമേശ്വരൻ മുതൽ സ്വന്തം ഗുരു വരെയുള്ള ഗുരുപരമ്പര. സദാശിവ സമരംഭ ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര. എല്ലാവരുടെയും ഗുരു പരമേശ്വരൻ. ഇപ്പൊ അത് മാറ്റി ലക്ഷ്മിനാരായണൻ പല ഇഷ്ടംപോലെ ആളുകൾ അവരുടെ ഇഷ്ടത്തിൽ മാറ്റിക്കൊണ്ട് വരിക. ഒരിക്കലും ഈ മന്ത്രങ്ങളൊന്നും മാറ്റാൻ പാടില്ല. അതിനുള്ള അധികാരമൊന്നും നമുക്കില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എങ്കിലും പറയാം. ഭട്ടതിരി എന്ത് രചിച്ചോ അത് മാത്രമേ പാടാം. കൃഷ്ണ അത് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ബുക്കിലോ. കാരണം ഇന്ന വൃത്തത്തിലാണ് ഇത് എന്നാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. കൃഷ്ണ 2 വാക്ക് വന്നു കഴിഞ്ഞാൽ വൃത്തം മാറുമോ? എന്തിനാ നമ്മളത് ചെയ്യണത്? ഓരോ ശ്ലോകം ജയിക്കുമ്പോഴും നന്നായി കൊള്ളാം എന്ന് ഗുരുവായൂരപ്പൻ സമ്മതിച്ചതായിട്ട് ഇവര് തന്നെ പറയുന്നു. ഞാൻ പറയുന്നില്ല, അവര് പറയുന്നു. അങ്ങനെയുള്ളവരാണ് ഇതിനെല്ലാം പ്രാക്ടീസിൽ കൊണ്ടുവരുന്നത്. അത് എല്ലാത്തിനും കൃഷ്ണ പറയാൻ പാടില്ല, ഒരു സ്ഥലത്ത് ഗോപി എന്ന് പറയണം. എന്തിനും ആവശ്യമില്ലാത്ത കാര്യം. എൻ്റെ അടുത്ത് ക്ലാസ് വരുമ്പോൾ ആദ്യം ഞാൻ പറയും, നാരായണൻ പഠിച്ചെന്നെ എങ്ങനെ പഠിപ്പിക്കുള്ളൂ, സമ്മതമാണെങ്കിൽ പഠിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒറിജിനാലിറ്റി ഷുഡ് ബി ദേർ. ഇവിടെ കണ്ടിന്യൂറ്റി ചേഞ്ച് ഇസ് നെസസറി. ഓക്കെ, ചേഞ്ച് ഇസ് നെസസറി, nobody can deny it, but continuity is essential. ഒരു തുടർച്ചയുണ്ട്. നമുക്ക് എന്ത് പറഞ്ഞു തന്നിട്ടുള്ളൂ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. നമ്മളായിട്ട് നാരായണി എഴുതേണ്ട കാര്യം. അപ്പൊ അതിന്റെ നാരായണി എന്ന് പറയരുത്. ഞാൻ പഠിച്ച കൈലാസരി എന്ന് പറയും. എനിക്ക് എന്ത് വേണമെങ്കിലും രക്ഷാർത്ഥം അല്ലെ. ഒരു ബുക്കിലും ഇവിടെ എത്ര ബുക്കുകളെ വായിച്ചു നോക്കൂ. ഞാൻ പല പുസ്തകം നോക്കി ഒരിടത്തും തവവിലോകന
അടുത്ത പദമേ ഉള്ളൂ എന്നല്ലാതെ കൃഷ്ണ മുളകില്ല. ഇതെല്ലാം ആളുകൾ ചേർക്കുന്നതാണ്. ഒറിജിനൽ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം. സദാശിവൻ തുടങ്ങി ശങ്കരാചാര്യർ വരെ വന്ന് ഇപ്പൊ ഇരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ആരും വിട്ടിട്ടില്ല, നമ്മളാരും മറന്നിട്ടില്ല. സദാശിവൻ തുടങ്ങി ശങ്കരാചാര്യ ഗുരു പരമ്പരയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഗുരു പരമേശ്വരൻ നടക്കണം. മഹാരാധ്യായ നമഃ, കുലോദ്ഗീർണായ നമഃ. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ദേവിക്ക് നമസ്കാരം. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ദേവി എന്ന് പറഞ്ഞാൽ ഈ കണ്ണ്, കാത്, മൂക്ക്, നാക്ക് ഒക്കെ എന്ന പഞ്ച ഇന്ദ്രിയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധ എന്ന തന്മാത്രയോടെ പ്രവർത്തിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മസ്വരൂപം. അതാണ് ഇവിടെ ദേവി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെയാണ്. അല്ല, ഈ ദേവിയെ കാണാൻ പറ്റും, നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നു, മന്ത്രം ചെല്ലുമ്പോൾ കേൾക്കുന്നുണ്ട്, മണിയടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ബ്രഹ്മം, അത് കാണാൻ പറ്റില്ല. ഭഗാരാധ്യായ നമഃ. സൂര്യമണ്ഡലത്തിൽ ആരാധിക്കേണ്ടവളായ ദേവിക്ക് നമസ്കാരം. സൂര്യമണ്ഡലത്തിൽ ആരാധിക്കേണ്ടവളായ ദേവിക്ക് നമസ്കാരം. അപ്പൊ ഏതെങ്കിലും വിഗ്രഹത്തിന് കൊണ്ട് സൂര്യനെ കൊണ്ട് വെച്ച് ആരാധിക്കാൻ പറ്റുമോ? അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാ, എന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അത് തന്നെയാണ് എന്നുള്ള ആ വിചാരത്തോടു കൂടി അതിനെ നമ്മൾ ആരാധിക്കണം. ഇത് ആത്മാവും ഈശ്വരനാണ് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആരോ തുടങ്ങി വെച്ചൊരു അബദ്ധമായ കാര്യം. അർച്ചന ചെയ്യുമ്പോൾ പുസ്തകമെടുത്ത് ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞി നമഃ, ഇങ്ങനെയല്ലേ എല്ലാവരും ഇടുന്നത്. ദയവേദി 17-ാം ഇവിടെ ലക്ഷാർത്ഥികളുണ്ട്. ആരും അങ്ങനെ ചെയ്യരുത്. ഒരു പുഷ്പമെടുത്ത് നിങ്ങളുടെ മാർഗനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പൂജിച്ചു കഴിഞ്ഞു. അത് നിർമാല്യം, പിന്നെ ദേവിക്കില്ലരുത്. നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ച് പകുതി എടുത്ത് കൊടുക്കുമായിരിക്കും, ആരും കൊടുക്കും. അതേപോലെ ഈ പുഷ്പം എടുത്ത് ഇവിടെ പൂജിച്ചിട്ട് അവിടെ നിന്ന് ആത്മാവിനെ പൂജിക്കും. ആദ്യമേ നമ്മൾ ആത്മപൂജ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം കലശപൂജ, ആത്മപൂജ, കൈല് അക്ഷരത്തിൽ ആത്മനേ നമഃ, അന്തരാത്മനേ നമഃ, ദീപാത്മനേ നമഃ, പരമാത്മനേ നമഃ, ശുദ്ധാത്മനേ നമഃ, സമസ്തോപചാരാൻ സമർപ്പയാമി. ആത്മാവിനെ പൂജിച്ചു. ആ ആത്മസ്വരൂപമാണ് അവിടത്ത് ധ്യാനിച്ച് നമ്മൾ പൂജിക്കുന്നതാണ് സമപ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മൾ അതൊന്നും ചെയ്തില്ലെങ്കിലും ദേവിക്ക് പൂജിക്കും. പുഷ്പം എടുത്ത് ശ്രീമാത്രേ നമഃ അവിടെ ഇട്ടാൽ മതി. ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞി ഇങ്ങനെ പിടിക്കണ്ട. ഏത് അമ്പലത്തിൽ പോകും പറഞ്ഞ ഐശ്വര്യപൂജയൊക്കെ നടത്തുമ്പോൾ എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അബദ്ധം. അതാണ് പറയുന്നത്, ചെയ്യരുത്. ദയവ് ചെയ്ത് ചെയ്യരുത്. ഇത് കേൾക്കുന്നവരെങ്കിലും ചെയ്യരുത്. പിന്നെ അടുത്തവരോട് പറഞ്ഞു നോക്കുക, കേട്ടില്ലെങ്കിൽ അവരിട്ടോണ്ട് പോട്ടെ, നമ്മളെങ്കിലും അത് ചെയ്യാതിരിക്കുക. ഇതാണ് വിഹിതം അവിഹിതം. അതുകൊണ്ട് ഇതാണ് ദേവി അർച്ചിക്കണം, അത് വിഹിതം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് അർച്ചിക്കേണ്ട കാര്യം. എനിക്ക് പായസം എടുത്ത് വയ്ക്കാൻ ശരിയാണെന്ന് ദേവതയ്ക്ക് അത് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെയാണ് പൂജയുന്നത്. അതുപോലെയാണ് പൂജ. ഒരിക്കലും പുഷ്പമെടുത്ത് ഇവിടെ പിടിച്ച് ചെയ്യാൻ പാടില്ല. പുഷ്പമെടുത്ത് നേരെ ചെയ്യുന്നു, അബദ്ധമാണ്. മായായ നമഃ, മധുമത്യേ നമഃ. നിറഞ്ഞ തേനായ ദേവിക്ക് നമസ്കാരം. ഇവിടെ തേൻ ഉദ്ദേശിക്കുന്നത് പരമോന്നതമായ യോഗി അവസാനം അതിക്രമിക്കേണ്ടതായ ഭൂമികൾക്ക് മധുമതി എന്ന് പേരുണ്ട്. ആ ഭൂമികളിൽ നിന്നുള്ള ജ്ഞാനം സംസാര താരകമാണ്. പറഞ്ഞാൽ പരമമായ സത്യം ഉണർവത്തോടുകൂടി ഈ ഭൂമിയുടെ എല്ലാ വസ്തുക്കളെയും തിരിക്കാനുള്ള ആ ഒരു ചിന്ത വന്ന് ബ്രഹ്മത്തെ മാത്രം സത്യം എന്നുള്ള ഉണർവോടുകൂടി വരുന്ന ആ അവസ്ഥ നമുക്ക് അത് വരും. അത് മോഹമില്ലാതായാലും തിരിക്കാനുള്ള ഭാഗ്യം വരും. എന്തെന്നുള്ള തോന്നൽ വരുന്നവരെ നമുക്ക് തിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അത് ഇല്ലാതാവണമെങ്കിൽ കാലക്രമേണ നടക്കുള്ളൂ. 1-2 ദിവസം കൊണ്ട് നടക്കില്ല. പല ജന്മങ്ങളെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് അതെല്ലാം അറിവിച്ചാലേ നടക്കുള്ളൂ. അപ്പൊ എന്തിനാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുതലേ ഇതാണ് സത്യം എന്നുള്ള ഉണർവോടുകൂടി ഇരുന്നാൽ ഒരുപാട് ഗുണം നമുക്ക് ജീവിതത്തിൽ ചെയ്യും. മഹ്യേ നമഃ. ഭൂമി ദേവിയുടെ രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. എല്ലാ ജീവിതാനും ആശയം ഭൂമി തന്നെയാണ്. പല സൗന്ദര്യങ്ങളുടെ ധ്യാനം ഭൂമോസ്കലിതപാദാന ഭൂമിരേവാവലംബനം ത്വയിജാതാപരാധാന ത്വമേവ ശരണം ശിവേ 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 എന്ന് പറയും. നമ്മൾ ഏതൊരു ഭൂമിയെ ചവിട്ടി നടക്കുന്നുവോ ആ ഭൂമിയിൽ കാല് തട്ടി വീണാൽ ആ ഭൂമാദേവി തന്നെയാണ് നമ്മൾ താങ്ങുന്നത്. അല്ലേ? എന്നെ ചവിട്ടുന്ന ആളാണ് അവൻ താഴെ വിടുന്നത്. ഭൂമി നീങ്ങിയാലോ നമ്മൾ എവിടെ പോകുന്നതേ അറിയും. അപ്പൊ നമ്മൾ താങ്ങി നിർത്തുന്ന ഭൂമി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർവ്വ അപരാധങ്ങളും കൊടുത്ത് രക്ഷിക്കുന്ന ദേവി എന്നാണ് അവിടെ ആ ശ്ലോകത്തിന് അർത്ഥം. ഗുണാംബായ നമഃ.
പ്രഥമ ഗണങ്ങൾക്ക് അമ്മയായ ദേവിക്ക് നമസ്കാരം. ഇവിടെ പ്രഥമ ഗണം എന്ന് പറഞ്ഞാൽ മഹാഗണപതി. കോമളാംഗി മുഖ്യകാരാധ്യായ മുഖ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. ഒരുതരം ദേവന്മാരാണ് മുഖ്യകന്മാർ. രഹസ്യസ്ഥാനത്ത് ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ഉദ്ദേശിക്കുന്നത് ആ മൂലാധാരത്തിന് താഴെ ഇരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ധ്യാനിച്ച് ആ കുണ്ടലിനി പ്രയോഗം ചെയ്യുന്നവർ. ഇതെല്ലാം യോഗാഭ്യാസ മുറയിൽ കുണ്ടലിനി യോഗം ചെയ്യാൻ കഴിവുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അത് അഭ്യസിക്കണം. അത് ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് നിഷ്ഠയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ആഹാരക്രമം, നിയമം, പിന്നെ അതിന് കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് എല്ലാം ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് വിപരീതമായ ഫലത്തെ കൊടുത്ത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറയാൻ കാര്യം. മുഖ്യകാരാധ്യം കോമളാംഗയും മൃദുലങ്ങളായ അംഗങ്ങളോട് കൂടിയവൾ ദേവി. ഇതൊരു വർണ്ണന. ദേവിയുടെ അംഗമെല്ലാം പാദകമലം, കർണകമലം, മുഖകമലം എല്ലാം കമലം കമലം എന്ന് പറയുന്നത് ഒട്ടലില്ലാത്തതെന്ന് അർത്ഥമുണ്ട്, മാർദ്ദവമായതെന്നും അർത്ഥമുണ്ട്. ഗുരുപ്രിയായ ജഗദ്ഗുരുവായ പരമേശ്വരൻ പ്രീതിയുള്ളവർക്ക്. ഗുരു എന്ന് പറഞ്ഞാൽ ജഗദ്ഗുരു പരമേശ്വരൻ. സ്വതന്ത്രായ സ്വതന്ത്രയായ ദേവിക്ക് നമസ്കാരം. ആരെയും ആശ്രയിച്ചൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ് ഈശ്വര സ്വരൂപം. സർവതന്ത്രേശ്വരമ എല്ലാ തന്ത്രങ്ങൾക്കും ഈശ്വരിയായ ദേവി. തന്ത്രം എന്ന് പറഞ്ഞാൽ ആരാധനാ രീതി. ശ്രീവിദ്യാമന്ത്രം, ശ്രീവിദ്യായന്ത്രം, ശ്രീവിദ്യാ തന്ത്രം എന്ന് പറഞ്ഞല്ലോ. അത് ദേവി ഉപാസന ചെയ്യുന്നത് മന്ത്രമാണ്, പഞ്ചദശാക്ഷര മന്ത്രം. അതിന്റെ യന്ത്രമാണ് ശ്രീചക്രം. അതിനെ പൂജിക്കുന്ന രീതിയാണ് ശ്രീവിദ്യാ തന്ത്രം. മൂന്നെണ്ണം കൈലാസ പ്രസ്ഥാനം, ഭൂപ്രസ്ഥാനം, മേലുപ്രസ്ഥാനം. ഇതൊരു ഡീപ് സബ്ജക്റ്റാണ്. യോഗാഭ്യാസം ദേവി ആരാധന ചെയ്യുന്നവർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. സർവതന്ത്രേശ്വരന്മ ദക്ഷിണാമൂർത്തിയന്മ ദക്ഷിണാമൂർത്തിയായ ദേവിക്ക് നമസ്കാരം. അദ്വൈത സിദ്ധാന്തം നമുക്ക് ഉണർത്തിക്കുന്നതാണ് ദക്ഷിണാമൂർത്തി. പല ക്ഷേത്രത്തിൽ കണ്ടാൽ അറിയാം. എന്തുകൊണ്ട് ദക്ഷിണ ദിക്കിൽ നോക്കിയേ ആ പ്രതിഷ്ഠ കാണുമ്പോൾ എല്ലാ സ്ഥലത്തും ദക്ഷിണാമൂർത്തി. ഇതാണ് കാണിക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂർത്തിയായിരിക്കും. ഇത് ബ്രഹ്മം, ഇത് ജീവൻ. ബ്രഹ്മത്തിൽ ജീവൻ അകന്നിരുന്നാൽ അഹങ്കാരം, കർമ്മം, മായ മുമ്മലങ്ങളുള്ളപ്പോ ബ്രഹ്മം തനിയേ അല്ലേ? ഈ മുമ്മലങ്ങളെ വിട്ട് ജീവൻ ബ്രഹ്മത്തിനോട് ചേരാൻ നോക്കിയാൽ അഹങ്കാരം, കർമ്മം, മായ മാറിക്കും. ജീവൻ ബ്രഹ്മ ഐക്യമാണ്. ഇതാണ് ജ്ഞാനമുദ്ര, യോഗമുദ്ര. അതാണ് അയ്യപ്പൻ ഇങ്ങനെ ഇരിക്കുന്നത്. അർത്ഥം ആ മുദ്രയ്ക്ക് അർത്ഥം അതാണ്. അഹങ്കാരം, കർമ്മം, മായ കഴിഞ്ഞ് ജീവൻ ബ്രഹ്മത്തോട് ഐക്യമാകുന്നു. ഈ മൂന്ന് ഗുണങ്ങളോട് ഇരിക്കുന്നിടത്തോളം കാലം ജീവൻ നിന്നും ബ്രഹ്മം അകന്നിരിക്കും. അതാണ് കൈ വേണമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതാണ് മതി മതി ഇങ്ങനെ ആരും പറയില്ല. അത് ആഗ്രഹിക്കണം. നിൽക്ക് നിർത്ത്. എപ്പോ എന്ത് കൈകൊണ്ട് എന്ത് കാണിച്ചാലും ഈ തമ്പുണ്ടല്ലോ അത് നീങ്ങി തന്നെ നിൽക്കും അല്ലെ? നിങ്ങളാണ് വീട്ടിൽ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിക്കില്ല. ഇങ്ങനെ കാണിച്ചാൽ അനുഗ്രഹിക്കുന്ന പോലെ ആയിപ്പോ. ചുമ്മാ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നത് ഇത് തൊടില്ല. കാരണം ജീവൻ ഈ മൂന്ന് ദുർഗുണങ്ങളോട് ചേർന്നിരിക്കുന്നതാണ്. അപ്പൊ ബ്രഹ്മം അകന്നിരിക്കുന്നതാണ്. ഈ മുദ്രയെ നമുക്ക് കാണിച്ചിരുന്നതാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി സനകാരി സമാരാധ്യർമ്മ സനകൻ, സനന്ദനം, സനാതനം, സനത്കുമാരൻ നാലുകൾ സനകാരികൾ അവരാൽ ആരാധിക്കപ്പെട്ടവർ. ശിവജ്ഞാന സ്വരൂപിണിയെ ശിവജ്ഞാനം നൽകുന്ന ദേവിക്ക് നമസ്കാരം. ശിവജ്ഞാനം എന്ന് പറഞ്ഞാൽ മംഗളത്തെ കൊടുക്കുന്ന അറിവ്. എന്താണ്? ബ്രഹ്മമാണ് സത്യമുള്ള ഗുണം. അത്രയേ ഉള്ളൂ. ഒന്നും വലുതായിട്ടില്ല. ചിത്കലായ ബ്രഹ്മത്തിന് ചിദംശമായ ദേവിക്ക് നമസ്കാരം. ചിത്തുന്ന ബോധം നർത്ഥം, അഥവാ ജ്ഞാനം നർത്ഥം. നമ്മളെ കൂടി എന്ത് ബോധം, എന്ത് ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവല്ലേ? ബ്രഹ്മമാണ് സത്യം എന്നുള്ള ബോധം. അതാണ് ആനന്ദ കരികായ്മ ആനന്ദത്തിന്റെ പൂമട്ടായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മത്തിലെ ആനന്ദം ദേവിയാണ്. ആ ആനന്ദത്തിന്റെ ചെറിയൊരു അംശമാണ് ജീവന്മാരെന്ന് അനുഭവിക്കുന്ന ആനന്ദം. പ്രേമരൂപായ പ്രേമരൂപിണിയായ ദേവിക്ക് നമസ്കാരം. പ്രിയങ്കരിയെ പ്രിയം ചെയ്യുന്നവൾ ദേവി. നമ്മൾ എന്തെല്ലാം നമുക്ക് ആഗ്രഹിക്കുന്നു അതെല്ലാം നൽകുന്നവൾ അതാണ് പ്രിയം ചെയ്യുന്നവൾ ദേവി. നാമപാരായണ പ്രീതായ നാമപാരായണത്തിൽ പ്രീതിയുള്ളവൾ. കലികാലത്ത് മോക്ഷപ്രാപ്തി എളുപ്പവഴി എന്ത് ചോദിച്ചാൽ നാമപാരായണം. നമ്മുടെ നോട്ടീസിൽ അതാണ് അടിച്ചിരിക്കുന്നത്. നാമപാരായണമാണ് കലികാലത്ത് മോക്ഷപ്രാപ്തിയുള്ള എളുപ്പവഴി. നാമപാരായണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നാമം ചൊല്ലുക. ലളിതാ സഹസ്രനാമം നാമപാരായണത്തിനാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലും നാമപാരായണം. അമ്മേ നാരായണ, ദേവി നാരായണ ചൊല്ലിയാലും അതും നാമപാരായണം തന്നെയാണ്. നാമപാരായണത്തിൽ പ്രീതിയുള്ളവർ എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ നാമം ഉച്ചരിക്കും തോറും നമ്മുടെ മനസ്സിൽ
സന്തോഷവും സമാധാനവും ഉണ്ടാകുക. നന്ദി വിദ്യായ നമഃ. നന്ദികേശ്വര ഭാഗത്തുള്ള ശ്രീവിദ്യാസ്വരൂപിക്ക് നമസ്കാരം. നന്ദികേശ്വരനാൽ ആരാധിക്കപ്പെട്ട ആ രീതിക്കാണ് നന്ദികേശ്വര തത്വം എന്ന് പറയുന്നത്. ശ്രീവിദ്യാമന്ദിരത്തിന് 19 ദൃഷ്ടാക്കളുണ്ട്. അതിലൊന്നാണ് നന്ദി. നടേശ്വരി നടകാലഭജ്ഞാദേവിക്ക് നമസ്കാരം. അതൊരു പര്യായ പദം. മിഥ്യാജഗദധിഷ്ഠായ നമഃ. മിഥ്യായ ജഗത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നവർക്ക് നമസ്കാരം. കാഴ്ചയിലും സത്യത്തിലും മരുഭൂമിയിലെ കനൽ പോലെ ജലം പോലെ കാനൽ ജലം പോലെ മിഥ്യായ പ്രപഞ്ചത്തിന് അധിഷ്ഠമായ ബ്രഹ്മതത്വമാണ്. മരുഭൂമിയിൽ നോക്കുമ്പോൾ ജലമുള്ളതുപോലെ തോന്നും, നേരെ പോയാൽ കാണത്തില്ല. എന്തിന് മരുഭൂമിയിൽപ്പെടെ നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പല സ്ഥലത്ത് നോക്കിയാൽ അറിയാം. ഫ്രണ്ട് സീറ്റ് ഇരിക്കുക, ബാക്കിൽ നിന്നാൽ ശ്രദ്ധിച്ചാൽ അറിയാം. കുറച്ചുകൂടെ പോകുമ്പോൾ റോഡിൽ വെള്ളം കെട്ടിയിരിക്കുന്ന പോലെ തോന്നും. അവിടെ പോകുമ്പോൾ പിന്നെ വെള്ളം, പിന്നെ കുറച്ചുകൂടെ പിന്നെ വെള്ളം ഇരിക്കുന്ന പോലെ തോന്നും. ഉള്ളതുപോലെ തോന്നും, പക്ഷെ ഇല്ല. ഇതാണ് മായ, ഇതാണ് വിദ്യാർത്ഥം. ആ വിദ്യാലയങ്ങളുടെ അധിഷ്ഠാനായ വിദ്യയായ ഈ ലോകത്തിൽ അധിഷ്ഠയാണ് ഇരിക്കുന്നതും ദേവി തന്നെ. ഈ വിദ്യാലോകത്തെ സത്യം നമ്മളിവിടെ വിശ്വസിപ്പിക്കുന്നതും ദേവി തന്നെ. ആരാധനയിലൂടെ ഈ ലോകം വിദ്യയാണ് ഉണർവ് തന്ന് സത്യമായ ബ്രഹ്മം എന്താണെന്ന് നമുക്ക് ഉണർത്തിച്ച് മോക്ഷത്തെ കൊടുക്കുന്നതും ദേവി തന്നെ. മുക്തിദായേ നമഃ. മുക്തി എന്ന് പറഞ്ഞാൽ മോക്ഷം, മുക്തിയെ കൊടുക്കുന്നവൾ. മുക്തി രൂപിണ്യേ നമഃ. മോക്ഷത്തെ ഒരു രൂപമായി സങ്കല്പിച്ചാൽ അത് തന്നെ ദേവി. ലാസ്യപ്രിയായ നമഃ. നടനപ്രിയാണ് ദേവി. ലാസ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്ന നൃത്തത്തിനാണ് ലാസ്യം. കാരണം ഡാൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, നൃത്തം എന്ന് പൊതുവെ പറയും. ഇവിടെ നൃത്തം എന്ന് പറഞ്ഞാൽ പുരുഷൻ ചെയ്യുന്ന നൃത്തം, ലാസ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്നത്. കാരണം രണ്ടിനും വ്യത്യാസമുണ്ട്. എല്ലാ നൃത്തവും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും. പരമേശ്വരനും പാർവതിയും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ട്. നീയാണോ ഞാനാണോ വലുതെന്നുള്ള തോന്നൽ. രണ്ടുപേരും ഒരു നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒരു വിധത്തിലും പാർവതിയെ തോൽപ്പിക്കാൻ പരമേശ്വരന് സാധിച്ചില്ല. എല്ലാം അറിഞ്ഞിട്ടും അവിടെ നോക്കും, സ്വാർത്ഥത അതാ കാണിക്കുന്നത്. ലാസ്യത്തിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ്. പരമേശ്വരൻ സ്വാർത്ഥതയല്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പരമേശ്വരൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിന്ന നെപ്പിൽ 180 ഡിഗ്രി കാലിങ്ങനെ തൂക്കും. പാർവതി പതുക്കെ കാലെടുക്കും. അപ്പോഴാണ് പറയുന്നത്. ലാസ്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ടി വിയിൽ എന്തൊക്കെ കാണിക്കുന്നത് അതൊന്നും നമ്മൾ നോക്കണ്ട. ഒറിജിനൽ വിധി അനുസരിച്ച്, ശാസ്ത്രം അനുസരിച്ച് എല്ലാ ഡാൻസർ ഫേമസ് ഡാൻസറാണ് ഇരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ലാസ്യത്തിലുണ്ടല്ലോ അല്ലേ, ഫേമസ് ഡാൻസറാണ്. 180 ഡിഗ്രി തൂക്കാൻ പാടില്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. അവസാനം പാർവതി തോൽവി സംബന്ധിച്ചാലും പറയും ഇത് കള്ളത്തരമാണ്, ഇത് ശരിയായ വിജയമല്ല. എന്റെ പരിമിതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എല്ലാം ചെയ്ത് കാണിച്ചു. എനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ചെയ്താൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഈ ഒരു കഥ എന്തെന്ന് പറഞ്ഞാൽ ലാസ്യത്തിലെ പ്രാധാന്യം കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അത് പ്രിയമുള്ളവൾ ദേവി. നൃത്തത്തിലെ പ്രിയമുള്ളവൾ ദേവി, പ്രത്യേകിച്ചും സ്ത്രീകളുടെ നൃത്തത്തിൽ അത്യധികം പ്രിയമുള്ളവൾ ദേവി. ലാസ്യപ്രിയായ നമഃ. ലയകരിയേ നമഃ. ലയമുണ്ടാക്കുന്ന ദേവിക്ക് നമസ്കാരം. ഒരു പ്രത്യേക അവസ്ഥയാണ് ലയം. ലയം എന്ന് പറഞ്ഞാൽ ജീവൻ ബ്രഹ്മത്തോടെ ചേരുന്നത്, ലയിക്കുന്നത് ലയം. അതാണ് ലിംഗം എന്ന് പറയാൻ കാരണം. ലം എന്ന് പറഞ്ഞാൽ ലയനം, ഗം എന്ന് പറഞ്ഞാൽ ഗമനം. ഏതിൽ നിന്ന് വന്നുവോ അതിലോട്ട് ലയിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം വന്നത്, ആ ബ്രഹ്മത്തിലോടാണ് എല്ലാം ലയിക്കാനും പോകുന്നത്. അതുകൊണ്ട് ലിംഗം എന്ന്. ലാസ്യപ്രിയായ്മ, ലയകരിയമ്മ, ലജ്ജായമ്മ. ലജ്ജയാകുന്ന ദേവിക്ക് നമസ്കാരം. കുലസ്ത്രീകളുടെ ലക്ഷണമാണ് ലജ്ജ. ലജ്ജാസ്വരൂപിണിയായ ദേവി തന്റെ അംശമാണെന്ന്, സ്ത്രീകൾക്ക് ഈ ഗുണമുണ്ടെന്ന് പറയുന്നു. ഇത് വാക്യാർത്ഥം. ശരിക്കും ലജ്ജ എന്ന് പറഞ്ഞാൽ അനകൃത്യ കൃത്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന മനസ്സാണ് ലജ്ജ. ശരിക്കും അത് പുരുഷനും ഉണ്ടാകാം, സ്ത്രീക്കും ഉണ്ടാകാം. നമ്മൾ പറയുന്ന സാധാരണ ലജ്ജ സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാവൂ. രംഭാതി വന്ദിതായ നമഃ. രംഭമുതലായ അപ്സരസുകളാൽ വന്ദിക്കപ്പെട്ടവൾ ദേവി. അപ്സരസ് എന്ന് പറഞ്ഞാൽ ദേവകന്യകളാണ്, സുന്ദരികളാണ്. വലിയ അങ്ങനെയൊന്നും വിചാരിക്കുന്ന, ഇതൊക്കെ നമുക്ക് പറഞ്ഞ കഥകൾ. അപ്സരസ് എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധി, മന്ത്രം അനുസന്ധാനം ചെയ്ത് അത് പ്രയോഗിക്കാനുള്ള കഴിവാണ് സിദ്ധി എന്ന് പറയുന്നത്.
സുധാവൃത്തി. ഈ പദത്തെ രണ്ടായി പറയാം. ഭവത വസുധാവൃത്തി, ഭവതാവ സുധാവൃത്തി. രണ്ടിന് രണ്ടർത്ഥമാണ്. സംസാരമാകുന്ന കാട്ടിലേക്ക് എടുക്കുന്നവൾ എന്നർത്ഥം. ഭവതാവ സുധാവൃത്തി. ഭവത വസുധാവൃത്തി എന്ന് പറഞ്ഞാൽ ലോകസുഖങ്ങളും മോക്ഷവും നൽകുന്നവൾ, മുക്തി പ്രദായിനി. രണ്ടുമുണ്ട്. എന്ത് വേണം? ഇത് തന്നെയാണ് ദേവി മഹാത്മ്യം. സുരത മഹാരാജാവിന്റെ സമാധി എന്ന വൈശ്യന്റെ, ഒന്ന് ക്ഷത്രിയൻ ഒന്ന് വൈശ്യൻ. പക്ഷെ അയാൾ എന്ത് ചോദിച്ചു? എനിക്ക് നഷ്ടപ്പെട്ട രാജ്യം വേണം, ഇനിയും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ വൈശ്യൻ ചോദിച്ചു, ഏത് കണ്ണുകൊണ്ട് കണ്ടോ, എനിക്കൊന്നും വേണ്ട, ആത്മസാക്ഷാത്കാരം മതി. അപ്പോ സുരതന് കൊടുത്തത് മുക്തി, സമാധി കൊടുത്തത് മുക്തി എന്നാണ്. ഇതാണ് ദേവി മഹാത്മ്യത്തിന്റെ കഥ. നവരാത്രിക്ക് ചോദിച്ചിട്ടുണ്ട്. ദേവി അനുഗ്രഹിച്ചാൽ ആ പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ ലൗകികമായ എന്ത് ഇച്ഛയുണ്ടെങ്കിലും അതും സാധിച്ചു തരുന്നത് ദേവി തന്നെയാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മുക്തി, മരണശേഷം കിട്ടുന്നത് മുക്തി. ഇത് രണ്ടും നൽകുന്നവൾ ദേവി. മുക്തി പ്രദായിനി. അതാണ് ഇവിടെ ഭവത വസുധാവൃത്തി. ഭവത വസുധാവൃത്തി എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന ഈ കൊടുങ്കാറ്റിനെ നശിപ്പിച്ച് നമ്മളെ രക്ഷിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരാരാധനയിലൂടെ, ദേവി ഭക്തിയിലൂടെ നമ്മൾ ഈ സംസാരത്തിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ച് ഒരു പരിധി വരെ ആകുമ്പോൾ എല്ലാത്തിലും ഉറപ്പുണ്ടായി അവസാനം ബ്രഹ്മമാണ് സത്യം ഉണർവോടുകൂടി നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവൾ. സംസാരമാകുന്ന കാട്ടുതീയെ അണയ്ക്കുന്നവൾ എന്ന് പറഞ്ഞാൽ സംസാരത്തെ നമ്മൾ രക്ഷിക്കുന്നവൾ, ഇനിയൊരു ജന്മമില്ലാതെ നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവൾ. അത് ഭവതാവ സുധാവൃത്തി. ഭവത വസുധാവൃത്തി എന്ന് പറഞ്ഞാൽ മുക്തിയും നൽകുന്നവൾ. രണ്ടർത്ഥം ആ പദത്തിൽ. പദം പിരിച്ചാൽ അർത്ഥമാണ്. പാപാരണ്യ നവാനുളായി മഹാ. പാപമാകുന്ന കാടിനെ കത്തിച്ചു കളയുന്നവൾ ദേവി. കാടിനെ എങ്ങനെ തീ കത്തിക്കുമോ പാവമായ കാടിനെ കത്തിക്കുന്നവൾ ദേവി. അപ്പൊ സൗകര്യമായാലും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന തോന്നൽ വരരുത്. എങ്ങനെ പാപത്തെ കത്തിച്ചു കളയും? പാപത്തിന്റെ ഫലം നമ്മളെ കൊണ്ട് അനുഭവിപ്പിച്ച് അത് നേരിടാനുള്ള ശക്തി തന്ന് ആ പാപത്തിന്റെ ഫലത്തെ ഇല്ലാതാക്കി നമ്മളെ പുണ്യവാനാക്കി നമുക്ക് അനുഗ്രഹം ചെയ്യുന്നത്. അതാണ് കൂടുതൽ ഭക്തി കാണിക്കുകയും കൂടുതൽ അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നവർക്കെല്ലാം എന്തൊക്കെ ചെയ്താലും പ്രയാസങ്ങളും കാര്യങ്ങളും. എന്നോട് പലരും ചോദിക്കും, സാറിന് ഇങ്ങനെ ഘട്ടങ്ങളൊക്കെ വന്നു. ഞാൻ എന്തൊക്കെ പറയുന്നു എന്നല്ലാതെ ഞാനും സാധാരണ മനുഷ്യൻ തന്നെയാണ്. ഞാൻ എല്ലാവരും കൂടി രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, രാത്രി ഉറങ്ങുന്നു. സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ ദൈവപ്രതിയൊന്നും അല്ലത്. അപ്പൊ എനിക്കിതെല്ലാം ഞാനും മനുഷ്യനാണ്. മനുഷ്യനെല്ലാം ഞാൻ അനുഭവിച്ചേ പറ്റും. പക്ഷെ അനുഭവിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ പാപത്തിന്റെ ഫലമാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയാം, അഹങ്കരിക്കില്ല. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് കിട്ടി. അതാണ് പുണ്യകർമ്മത്തിന്റെ ഫലം. അതുകൊണ്ട് മുക്തി രൂപിണിയെ മുക്തി കൊടുക്കുന്നവൾ ദേവി. പാപാരണ്യ ധവാലായ നമഃ. ദൗർഭാഗ്യദൂല ബാദൂലായ നമഃ. ദൗർഭാഗ്യത്തെ പഞ്ഞി പോലെ പറത്തുന്നവൾ ദേവി. നമുക്ക് ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ എല്ലാം ഒരു പഞ്ഞി എങ്ങനെ പറക്കും അതുപോലെ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വന്നത് തലപ്പാവോടെ പോയി എന്ന് പറയില്ലേ, അതാണല്ലോ അതിലൊന്ന് വ്യക്തി സമയത്ത് പേര് താഴ്ത്തി കൊടുത്തത്. അത് വേണമെന്ന് ശല്യം പറയുന്നതാണ്. ഇവർ നെഞ്ചിന് കുറിവെക്കും. ആ പറയും നെഞ്ചിന് കുറിവെക്കും. അർജുന അവന്റെ കൈ പറയ്ക്കണമെന്ന് ചോദിക്കും കർണനോട്. ഇവൻ പറഞ്ഞ് ഞാൻ കേൾക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ കഴുത്തിന് കുറിവെച്ചു. ഈ ശല്യനെ കൊണ്ട് പറയിച്ചതും കൃഷ്ണനാണ്. എല്ലാം ഇതെല്ലാം ചെയ്യുന്നത്. സർവത്ര കാര്യവും കൃഷ്ണൻ തന്നെയാണ് ചെയ്യുന്നത്. കൃഷ്ണനില്ലെങ്കിൽ ഇല്ല, ഒന്നും ഇല്ലല്ലോ. മഹാഭാരത യുദ്ധമേ ഇല്ല. അറിയാം. അപ്പൊ ചോദിക്കുന്നു, വന്നാൽ എന്ത് ചെയ്യും? പിന്നെ നോക്കിക്കൊള്ളാം. രണ്ടാമത് നാഗാസ്ത്രം പ്രയോഗിക്കില്ല എന്ന് കുന്തിദേവി സത്യം ചെയ്ത് വാങ്ങുന്നില്ല. അപ്പൊ ചോദിക്കും, ആദ്യത്തെ വന്നാൽ എന്ത് ചെയ്യും? വന്നാൽ മരിക്കും, ഇത്രയേ ഉള്ളൂ. പേടിക്കണ്ട അർജുന, അനാവൃത്തം കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. വന്നാൽ മരിക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പറട്ടെ. രണ്ടാമത് പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞില്ല. അത്ര കണ്ട് സമാധാനിക്കും പറയും. അഷുറൻസ് കൊടുക്കൂല, ശിക്ഷിക്കപ്പോഴും അഷുറൻസ് ഒന്നും കൊടുക്കൂല. അങ്ങനെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ തലമുറ. അതേപോലെ വലുതായിട്ട് വരുന്ന ഘട്ടങ്ങൾ പഞ്ഞി പോലെ പറന്നു പോകും. എപ്പോ
ഈശ്വരാരാധന ഉണ്ടെങ്കിൽ. അതാണ് ദൗർഭാഗ്യദൂല വാദൂനായി നമഃ. ജരാദ്വാന്ത രവിപ്രഭായി നമഃ. ജരയാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നവൾ സൂര്യപ്രകാശമായ ദേവിക്ക് നമസ്കാരം. ജരാകുന്ന ഇരുട്ടെന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്ത അവസ്ഥ. അപ്പൊ അജ്ഞാനമാകുന്ന ഇരുട്ടിനേക്ക് ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. ഭാഗ്യാഭി ചന്ദ്രികായി നമഃ. ഭാഗ്യത്തെ ഒരു സമുദ്രമായി കണക്കാക്കിയാൽ അതിൽ ഉദിച്ചു വരുന്ന ചന്ദ്രയായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗ്യവും കൊടുക്കുന്നവൾ ദേവി എന്നർത്ഥം. അടുത്ത പദം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പദമാണ്. ഭക്തചിത്തകേകി ഘനാഘനായി നമഃ. അത് അർച്ചിക്കുമ്പോ ഒരുപാട് അർത്ഥം അതിനകത്തുണ്ട്. ലോകശാസ്ത്രം മയിൽ വളരെ ഭംഗിയായിട്ട് നൃത്തം ചെയ്യും. മയിൽ ഏത് മയിൽ നൃത്തം ചെയ്യുന്ന അറിയാമോ? ആൺമയിൽ. പെൺമയിൽ നൃത്തം ചെയ്ത ആൺമയിൽ നന്നായിട്ട് നൃത്തം ചെയ്യും. പക്ഷേ നൃത്തം ചെയ്യണമെങ്കിൽ അതിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. കാർമേഘം ഇരുണ്ട് കൂടണം, ഇടിവെട്ടണം, മിന്നൽ പിണർ ഉണ്ടാകണം, മഴ പെയ്യണം. എല്ലാത്തിനും പുറമെ പെൺമയിൽ കണ്ടുകൊണ്ടിരിക്കണം. അത് കണ്ടുകൊണ്ടിരുന്നാലേ ഇത് പീലി വെച്ച് നല്ല നൃത്തം ചെയ്യത്തുള്ളൂ. ഇതാണ് ലോകശാസ്ത്രം. പക്ഷെ അതിന് ലളിതാശാസ്ത്രത്തിൽ എന്ത് ബന്ധം ചോദിച്ചാൽ, നമ്മുടെ ഭക്തന്റെ മനസ്സിലെ ഒരു മയിലായി സങ്കല്പിച്ചാൽ, കേകി എന്ന് പറഞ്ഞ മയിൽ, ആ ഭക്തന്റെ മനസ്സാകുന്ന മയിലിനെ സന്തോഷത്തെ കൊടുക്കുന്ന കാർമേഘമായിട്ടും ഇടിയായിട്ടും മിന്നലായിട്ടും വർത്തിക്കുന്നവൾ ദേവി. അത് തന്നെയാണ് പരമേശ്വരന്റെ താണ്ഡവ നൃത്തം. അവിടെ ഇടിവെട്ടുന്നത് മഹാവിഷ്ണുവിന്റെ മൃദംഗം. മിന്നൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആശ്ചര്യമായ നോട്ടമാണ് അവിടെ മിന്നൽ. ആ നൃത്തം കൊണ്ട് എല്ലാവരും ആനന്ദ ബാഷ്പം പൊഴിയുന്നു. അതാണ് മഴ. പെൺമയിലാരാ? പാർവതി. സിംഹാസനത്തിൽ പാർവതി ഇരുത്തിട്ട് അതിന്റെ മുമ്പിലേ ശിവൻ നൃത്തം ചെയ്യുന്നു. പാർവതി എണിച്ചു പോയ നൃത്തം അവിടെ നിൽക്കും. അത്ര രണ്ട് പ്രാധാന്യമാണ് അവിടെ കൊടുക്കുന്ന താല്പര്യം. അതുകൊണ്ട് ഭക്തന്റെ മനസ്സാകുന്ന മനസ്സിനെ കാർമികമായി വർദ്ധിക്കുന്ന ദേവി ആയതുകൊണ്ടാണ് ഭക്തചിത്തകേവി ജനാഗനായ നമഃ. 17 അർച്ചിക്കുമ്പോഴും ശരി, നിങ്ങൾ വീട്ടിൽ ജപിക്കുമ്പോഴും ശരി, ഭക്തചിത്തകേവി ജനാഗനായ നമഃ എന്ന് പറഞ്ഞാൽ ഈ ഓർമ്മ വരണം. നമ്മുടെ മനസ്സിനെ മയിലായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാർമികമായിട്ടും വർദ്ധിക്കുന്ന ദേവി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കരുതാൻ വേണ്ടത് അല്ലേ? ഇങ്ങനെ അനുഭവിച്ച് പറയുമ്പോൾ നമ്മൾ അറിയണോടെ വളരെ അടുത്തോട്ട് പോകും. എപ്പോഴെങ്ങനെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരാൾ സംസാരിച്ച് അവരുമായിട്ട് കൂടുതൽ നമ്മൾ അടുക്കൂല. ഇതാണ് സാമീപ്യം, സാരൂപ്യം, സായുജ്യം വരാൻ കാര്യം. കറുത്ത മേഘങ്ങളെ കാണുമ്പോൾ സന്തോഷത്തോടെ മൈകൾ നൃത്തം ചെയ്തു പോകും എന്ന് ഇതിനെ തൊട്ടുള്ളൂ. ലോകശാസ്ത്ര കാര്യങ്ങൾ എനിക്ക് എന്റെ ഗുരുനാഥൻ നിന്ന് കിട്ടിയ വിവരമാണ്. അത് നിങ്ങൾക്ക് ഞാൻ കൺവേ ചെയ്തിട്ടുണ്ട്. പുസ്തകത്തിൽ ഇതൊന്നുമില്ല. സംഭവം തന്നെയാണ്. ഭക്തഹൃദയമാകുന്ന മയിലെ ആനന്ദിപ്പിക്കുന്ന കാർമേഘ ദേവിക്ക് നമസ്കാരം. കറുത്ത മേഘങ്ങളെ കാണുമ്പോൾ സന്തോഷത്തോടെ മയിലിൽ നൃത്തം ചെയ്യുന്ന പ്രസക്തി. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇത്? ഡീറ്റെയിൽ ആയിട്ട് ലോകശാസ്ത്രത്തിലുള്ളതാണ്. ആൺമയിൽ മാത്രം നൃത്തം ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഗുരുമുഖമായി കിട്ടിയതാണ്. രോഗപർവ്വത ദമ്പോളയെ മഹാ. ഒരു പദം നോക്കും. രോഗത്തെ പർവ്വതം പോലെ ഇരിക്കുന്ന ലോകത്തെ പൊടിപ്പൊടിയാക്കുന്നവൾ ദേവി. സാധാരണ അസുഖമുണ്ടെങ്കിൽ ഈശ്വരാരാധന കൊണ്ടും ദേവി ആരാധന കൊണ്ടും അർച്ചന ചെയ്തുകൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് രോഗം മാറും എന്നുള്ളത് ലൗകികമായ അർത്ഥം. ഇവിടെ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം മനസ്സിന്റെ രോഗം. എന്താണ്? ലോകമാണ് സത്യം എന്നുള്ള ആ ഉണർവ്, അതാണ് രോഗം. ശരീരത്തിന് രോഗം വന്നാൽ ഏത് ഡോക്ടർക്കും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. പക്ഷെ മനസ്സ് ഇടിഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീടിടിഞ്ഞാൽ കെട്ടാൻ, മനസ്സിടിഞ്ഞാൽ കെട്ടാൻ പറ്റില്ല എന്ന് പണ്ട് കാലത്ത് ആൾക്കാർ പറയും. ഈ പഴമൊഴിയിലൊക്കെ എന്തുമാത്രം അർത്ഥമുണ്ടെന്നറിയാം. അവർ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിലൂടെ പറഞ്ഞ വാക്കുകളാണ്. മനസ്സിടിഞ്ഞു പോയാൽ തീർന്ന്, എല്ലാം പോയി. അത് പാടില്ല എന്നാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു. മനോരോപേക്ഷ കോതണ്ട പഞ്ചതന്മാത്ര കരിമ്പ് ഇതുപോലെ ഉറച്ച മനസ്സായിരിക്കണം. പ്രത്യേകിച്ച് ലളിതാസഹസ്രം ലഭിക്കുന്നത് ഒന്നിനും തളരരുത്. എന്ത് വേണമെങ്കിൽ വരട്ടെ. തമിഴ് പോലെ ഉച്ചമീതി മാലിടുന്ന വീടുകൾക്ക് പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമെന്നതില്ലേ ഭാരതീയർ പറഞ്ഞു. മാല വിടിഞ്ഞ് വിടട്ടെ, പേടിക്കണ്ട, വിടാൻ പോവും.
പേടിച്ചിട്ട് എന്ത് കാര്യം? ഫ്ലൈറ്റിൽ ഇരിക്കുന്നു, അവർക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ പോയി പൈലറ്റ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. എല്ലാം നിലവിളിച്ചൊന്നും അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ആ ഒരു അവസ്ഥ വരണം. എന്ത് വന്നാലും വരട്ടെ എന്നുള്ളത് ആ ഉറച്ച മനസ്സ് വരണം. അതാണ് താല്പര്യം. അങ്ങനെയുള്ള മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനെ മല പോലുള്ള രോഗങ്ങളെ പൊടിപ്പൊടിയാക്കി തവിടി പൊടിയാക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ആ ഈശ്വര ആരാധനയിലൂടെ നമ്മുടെ മനസ്സിലുള്ള ആ രോഗമാണ് മല പോലുള്ള എല്ലാ പ്രയാസങ്ങളും കഷ്ടങ്ങളും കുറച്ചായിട്ട് ഇല്ലാതാകും, പൊടിപ്പൊടിയാകും. മൃത്യുദാരി കുടാരികായി ആ മരണമാകുന്ന മരത്തെ വെട്ടിച്ചായ്ക്കുന്നവൾ ദേവി. മരണമാകുന്ന മരത്തെ വെട്ടിച്ചായ്ക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഇനിയൊരു മരണമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കൊടുക്കുന്നവൾ. ഇനിയൊരു മരണം ഉണ്ടാകരുത് പറഞ്ഞാൽ ഇനിയൊരു ജനനം ഉണ്ടാകരുത്. ഇനിയൊരു ജനനം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിലെ മോക്ഷം ലഭ്യപ്പെടും. മഹേശ്വര ദേവിക്ക് നമസ്കാരം. മഹാകാളിയായ നമസ്കാരം. അസുര സംഹാരത്തിനായി ദേവി സ്വീകരിച്ച ഒരു ഭയങ്കര രൂപമാണ് കാളി. നേരത്തെ നമ്മൾ ദാരികവരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ദാരികവരത്തിൽ പറഞ്ഞു എങ്ങനെയുള്ളത്. വേറെ നിവൃത്തിയില്ലെങ്കിൽ ആ അസുരവൃത്തിയെ അഴിക്കാൻ അതേ സാധിക്കുള്ളൂ. അങ്ങനെ കാളിയുടെ രൂപം ഭഗവാൻ സൃഷ്ടിച്ച് കാളിയുടെ രൂപത്തിൽ വന്നു. ആ ആക്രോശം നിൽക്കാതെ വന്നപ്പോൾ ഭഗവാൻ തന്നെ ഒരു കുട്ടിയായി മാറി കരയുകയും ആ കാളി സ്വരൂപമായിരുന്നാൽ ഉള്ളിലിരിക്കുന്ന ദേവിയായതുകൊണ്ട് ആ മാതൃത്വം ആ വാത്സല്യം കൊണ്ട് കുട്ടിയെടുത്ത് പാൽ കൊടുക്കുകയും അതോടുകൂടി ആക്രോശത്തെയും പരമേശ്വരൻ ഇല്ലാതാക്കി നമ്മൾ കണ്ടുപിടിക്കുന്നത്. മഹാഗ്രാസായി നമ. എല്ലാം വിഴുങ്ങുന്നവൾ ദേവി. എല്ലാം വിഴുങ്ങുന്നത് പറഞ്ഞാൽ അവിടെ പിന്നെ നമ്മളെ പറ്റി ഒഴുകി കളയുക എന്നുള്ള അർത്ഥമല്ല. മഹാപ്രളയ കാലത്ത് എല്ലാ വസ്തുക്കളും എല്ലാ അണ്ടചരാചരങ്ങളും ഞാൻ പറഞ്ഞ കലിയുഗ അവസാനം 4,32,000 വർഷം 5,600 കഴിഞ്ഞു. ഈ ബാക്കിയുള്ളത് വരുന്ന സമയത്ത് ഒരേ സമയത്ത് എല്ലാ സമുദ്രവും ശരിക്കും നോക്കിയാൽ നമ്മളെക്കാൾ ഉയർന്നാണ് ഇരിക്കുന്നത്. സമുദ്രം ഭൂമിയേക്കാൾ ഉയർന്നാണ് ഇരിക്കുന്നത്. സത്യത്തിന് ബന്ധിച്ചിരിക്കുക. അതുകൊണ്ടാണ് കയറി വരാത്തത്. വരും, ഒരു ദിവസം വരും മഹാപ്രളയ കാലത്ത്. അത് എല്ലാ വസ്തുക്കളെയും തന്റെ ഉദരത്തിൽ വെച്ച് ഒരു അമ്മ എങ്ങനെ ഗർഭത്തിൽ ശിശുവിനെ സംരക്ഷിക്കുമോ അതുപോലെ സംരക്ഷിക്കുന്നവൾ ദേവി എന്നർത്ഥം. അതാണ് മഹാഗ്രാസായ നമഃ. അപ്പൊ എല്ലാം വിഴുങ്ങിയാലേ വയറ്റ് വെച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, സംരക്ഷിക്കാൻ പറ്റുള്ളൂ. താല്പര്യം ആ മഹാപ്രളയ കാലത്ത് ജീവനെല്ലാം ഗതിയില്ലാതിരുന്ന എല്ലാ അമ്മയുടെ വയറ്റിൽ ദേവിയുടെ ആ സ്വരൂപത്തിൽ ലയിച്ചങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ പാപപുണ്യത്തിന്റെ ഫലമനുസരിച്ച് ജന്മങ്ങൾ. പുണ്യമത്തം ചെയ്താൽ ഈശ്വരതുല്യമായ പ്രകൃതികൾ, പാപമട്ടം ചെയ്താൽ ചെടികൾ കൊടികൾ മരങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ, പാപപുണ്യ മിശ്രിതമായ മനുഷ്യജന്മം നടത്താം. മഹാശനായ നമഃ. എല്ലാം വിഴുങ്ങുന്നതിനെ എല്ലാം ഭക്ഷിക്കുന്നവൾ. അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നടത്താം, സാധാരണ ഭക്ഷണമല്ല. ഈ ലോകം മുഴുവൻ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ എത്ര വലിയ സദ്യയാണത്. 1 കോടി വള്ളസദ്യ കണക്കാക്ഷം, അത്ര വലിയ സദ്യയാണ്. എല്ലാത്തിനും വിഴുങ്ങുന്നതിന് നടത്താം. അപർണായേ നമഃ. ഋണം എന്ന് പറഞ്ഞാൽ കടം. ഇല്ലാതാക്കുന്നവൾ. കടം എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിയാൽ തിരിച്ചു കൊടുത്ത കടം. ആ കടമല്ല ഇവിടെ പറയുന്നത്. 3 വിധമായ കടമുണ്ട് മനുഷ്യൻ. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഇവരുടെ ജന്മനാ ഉള്ള കടമാണ്. ദേവന്മാരുള്ള കടങ്ങൾ എങ്ങനെ തീർക്കാം? നാമപാരായണത്തിലൂടെ തീർക്കാം. ഋഷികളുടെ കടം തർപ്പണം ചെയ്ത് തീർക്കാം, യാഗങ്ങൾ രക്ഷിക്കാം. പിതൃക്കളുടെ കടം തർപ്പണം ചെയ്ത് തീർക്കാം. അതാണ് നമ്മുടെ കർക്കിടകവാവിന് എല്ലാവരും പോയി ചെയ്യുന്നത്. അത് പറയുമ്പോഴും ചോദിച്ചു, ആ സ്വതാന്നുള്ളതിന്റെ ഞാൻ പറഞ്ഞപ്പോൾ പലരും ശ്രദ്ധിച്ചാണ്. സ്വതാനമ സമ്പ്രദതി എന്ന് പറഞ്ഞാണ് വെക്കേണ്ടത്. പോകുന്ന സ്ഥലത്ത് പറഞ്ഞു തരുന്നു എന്ന് നമുക്കറിയില്ല. ശരിക്കും സ്വതാന്ന് പറഞ്ഞ് വെച്ചാലേ ആ പിണ്ടം വെച്ചാലേ പിതൃക്കൾക്ക് അത് പോകുള്ളൂ. പിതൃപോഷണി മന്ത്രത്തിന്റെ പേരാണ്. സ്വാഹ എന്ന് പറഞ്ഞത് ദേവപോഷണി മന്ത്രം, സ്വതാ എന്ന് പറയുന്നത് പിതൃപോഷണി മന്ത്രം. അപർണായേ നമഃ. അപ്പൊ എന്താണ്? ദേവിയുടെ ആരാധനയിലൂടെ, ഈശ്വരിയെ ഭരിക്കുന്നതിലൂടെ, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ നമുക്ക് ഈ 3 കടങ്ങളും ഇല്ലാതാക്കാനുള്ള
ഒരവസ്ഥ നമുക്ക് തന്ന് നമ്മളെ ഋണവിമുക്തനാക്കി നമുക്ക് മോക്ഷത്തെ കൊടുക്കുന്നവർക്ക്. കട അടച്ചാലേ ഡോക്യുമെന്റ് കിട്ടുള്ളൂ അല്ലേ? മോക്ഷമായ ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ കടം തീരണം. 3 കടമുണ്ട്, ആ കടം തീരണം. ചണ്ഡികായി നമഃ. അസുര സ്വഭാവമുള്ളവൾ ചണ്ഡിക എന്നർത്ഥം. ശരിക്കും ചണ്ടന്മാരെ മുണ്ടന്മാരെ വധിക്കാനായിട്ട് ചാമുണ്ടിയെ ഇരിക്കും. അതാണ് ചണ്ഡിക എന്ന് പറയാൻ കാര്യം. ചണ്ടമുണ്ടാകുന്ന എന്ന് പറഞ്ഞു. ചണ്ടൻ മുണ്ടൻ എന്ന അസുരന്മാരെ വധിച്ച ദേവിക്ക് നമസ്കാരം. ചണ്ടനും മുണ്ടനും സുമരസുമന്മാരുടെ കൃത്യന്മാരാണ്. അവരെ വധിക്കാനായിട്ട് ദേവി ചാമുണ്ടിയെ സൃഷ്ടിക്കും. 2 പേരുടെ തല കൊയ്തിട്ട് വന്ന് ദേവിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. ചണ്ടമുണ്ട വധിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് വലിയ പശുവാണ് സുമരസുമന്മാർ. അത് ദേവി തന്നെ വധിക്കണം എന്ന് പറഞ്ഞതായിട്ട് ദേവിമാർക്ക് എത്ര വരുന്നു. ദേവി കാളിയുടെ രൂപത്തിൽ ചണ്ടമുണ്ടന്മാരെ വധിച്ചു. അതാണ് ചാമുണ്ട. ക്ഷരാക്ഷരാത്മികായ്മ. ക്ഷരവും അക്ഷരവുമായവൾ. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുക. അതാണ് അക്ഷരം എന്ന് പറയാൻ കാര്യം. എന്നും നശിക്കാത്ത എത്ര പ്രാവശ്യം നമ്മൾ എഴുതി അത് അതുപോലെ തന്നെ ഇരിക്കും. ചേഞ്ചസ് നെസസറി. ആ മാറ്റി തന്നോ, അവരുടെ രൂപം മാറ്റി തിരിച്ചെഴുതുന്ന മാതിരി ആക്കട്ടെ. ആർക്കും സാധിക്കില്ല. കാരണം അത് നശിക്കാത്തതാണ്. കാരണം എന്താ, ഒവ്വൊരു അക്ഷരവും ദേവി സ്വരവുമാണ്. അവൻ എങ്ങനെ മാറ്റാൻ സാധിക്കും? അപ്പൊ ക്ഷരവും ദേവി തന്നെ, അക്ഷരവും ദേവി തന്നെ എന്ന് പറഞ്ഞാൽ ഈ സത്വിധിയായ ലോകമായിരിക്കുന്ന ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാ വസ്തുക്കളും ദേവി തന്നെ. ഇതെല്ലാം അതീതമായിരിക്കുന്ന ബ്രഹ്മവും ദേവി തന്നെ. ക്ഷരാക്ഷരാത്മികായി നമഃ. സർവലോകേശ്വരി നമഃ. എല്ലാ ലോകങ്ങൾക്കും ഈശ്വരിയായ ദേവി. വിശ്വധാരിണ്യേ നമഃ. പ്രപഞ്ചത്തെ തന്നെ ധരിക്കുന്നവൾ. ത്രിവർഗദാത്രേ നമഃ. ധർമ്മം, അർത്ഥം, കാമം എന്ന 3 വർഗത്തെ നമുക്ക് നൽകുന്നവൾ. ഇത് 3 കഴിഞ്ഞാലേ മോക്ഷത്തിലോട്ട് പോകാൻ സാധിക്കും. കാരണം സന്യാസം സ്വീകരിക്കണമെന്ന് പോയാൽ പെട്ടെന്ന് ആരും കൊടുക്കൂല. പോയിട്ട് വാന്ന് പറയും. ഇവൻ ഇവിടെ ക്രിസ്ത്യാനിറ്റിയിലായാലും ആദ്യമേ തന്നെ അവർ കൊടുക്കില്ല. 3 സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റേജ് പോയാലേ അവർക്ക് ഫുൾ ദീക്ഷ കൊടുക്കുള്ളൂ. അതുവരെ അവർക്ക് സമയമുണ്ട്, വേണമെങ്കിൽ തിരിച്ചു പോവാം പറഞ്ഞു. കാരണം എന്താ, ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞാലേ മോക്ഷം കിട്ടുള്ളൂ എന്നർത്ഥം. ധർമാർത്ഥ കാമമോക്ഷത്തിൽ നൽകുന്ന ആ സത്യസ്വരൂപന ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന പദം 760 വരെ നമ്മൾ നോക്കി. ഇന്ന് 40 പുറപ്പെട്ടാണ്. സാരമില്ല, 2 ദിവസമുണ്ട്, നമ്മൾ എത്തിക്കാം. എത്ര തന്നെ ഞാൻ ഒഴിവാക്കി വിചാരിച്ചാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റൂല. അത് വരുമ്പോൾ അത് പറഞ്ഞാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. പിന്നെ അത് ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് എങ്ങനെ ആളുകൾ കേൾക്കും അല്ലേ? അതുകൊണ്ടാണ്. എന്നാൽ പേടിക്കേണ്ട, ശനിയാഴ്ചക്കുള്ളിൽ ഞാൻ 1000 പദവും തീർത്തിരിക്കും. ഞായറാഴ്ച ലക്ഷാർച്ചനയുണ്ട്. ദയവ് ചെയ്ത് ഒരു 35 പേരെങ്കിലും വേണം. 10 15 പേരെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 50 പേരുണ്ടെങ്കിൽ 2 ആവർത്തിയിൽ നമുക്ക് അർച്ചന ചെയ്യാം. നിർത്തി പറഞ്ഞ് ചെയ്യാം. തറയിലിരിക്കാൻ പറ്റാതെ കസേരയിലിരുന്ന് ചെയ്യാം. പുരുഷന്മാർ മുണ്ട് ധരിച്ചുകൊണ്ട് വരണം. സ്ത്രീകൾ സാരിയോ സെറ്റ് മുണ്ടോ ധരിച്ചുകൊണ്ട് വരണം. ചുരിദാർ, പാൻറ് ഇട്ടുകൊണ്ട് വരാൻ അർച്ചന ചെയ്യരുത്. ഒരു അപേക്ഷയാണ് എനിക്ക്. അമ്പലത്തിൽ വളരെ ഒരു വിശേഷമാണ് ലക്ഷാർച്ചന. ഒരാൾ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കില്ല. 1,000 ആവർത്തിയാണ്. 100 അവർ 1000 ആവർത്തപ്പം അർച്ചന ചെയ്താലേ 1,00,000 ആവുകയുള്ളൂ. അതാണ് കാര്യം. അപ്പോൾ നമുക്കത് 17-ാം തീയതി, അതാണ് യജ്ഞത്തിലെ സമാപ്തി, 17-ാം തീയതി. അതിനും എല്ലാവരും വരണം. നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൂടി അർച്ചനയ്ക്ക് കൊണ്ടുവരണം. ഒരർച്ചന ചെയ്തിട്ട് 3 ചെയ്യണമെന്നില്ല. ഒരർച്ചന ചെയ്തിട്ട് പോയാലും ആൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 2 അർച്ചനയും കൂടി വേണ്ടി വരില്ല. 50 പേരെ കിട്ടിയാൽ. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ആ ഒരു യജ്ഞം പൂർത്തിയാക്കാനുള്ള ഒരു ചെയ്യണം. അതിലുള്ള ഭാഗ്യം കലർമ്മ ദേവി എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകക്ഷേമാർത്ഥം ഒരു നിമിഷത്തിലാണ്. ओम श्री महादेव्यै नमः. ओम श्री महादेव्यै नमः. सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते. अन्यथा शरणं नास्ति, त्वमेव शरणं मम. तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी.
ഈ ലൈവ് പ്രോഗ്രാം ചിലപ്പോൾ കുറച്ച് കട്ടാവുന്നുണ്ട്, വിഷമിക്കണ്ട, ഇതെല്ലാം റെക്കോർഡാക്കുന്നുണ്ട്. ജോലി അത് ശനിയാഴ്ച എല്ലാം പോസ്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ആള് ബാംഗ്ലൂരിൽ ഇരിക്കുകയാണ്, അവർ ശനിയാഴ്ചകൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം ദുർഗാപുര സംഘത്തിൽ പോസ്റ്റ് ചെയ്യും. വീഡിയോസ് തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം. ചില പദങ്ങളൊക്കെ അത് വിട്ടുപോയി കാണും. അവിടെ നെറ്റ് മുഴുവൻ എടുക്കുന്നില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ് ലൈവിൽ ഇതാക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അത് വരും. വീണ്ടും ഒന്നും കൂടി കേൾക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും. കേൾക്കുമ്പോൾ പറ്റുമെങ്കിൽ അതിനുവേണ്ടി